ഗുഡ് മോർണിംഗ് സ്റ്റുഡൻറ്റ്, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. നമ്മളിന്ന് സോഷ്യോളജി ഓഫ് ഇന്ത്യയിലെ ബ്ലോക്ക് 2-ലെ 10th യൂണിറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 ബ്ലോക്ക് 2 യൂണിറ്റ് 10 ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ്. അതായത് സോഷ്യോളജി എന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം, ഫാക്ടറാണ് ഫാമിലിയും മാരേജും അതേപോലെ തന്നെ കിൻഷിപ്പും. സോഷ്യോളജിയുടെ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ അഥവാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഏതൊക്കെ? ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ്. കുടുംബവും വിവാഹവും രക്തബന്ധവും. അപ്പോൾ സോഷ്യോളജി എന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 ഘടകങ്ങളും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണിത്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ടോപ്പിക്കാണ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി. അതായത് ഫാമിലി എന്ന സ്ഥാപനം. അപ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജിയിലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് അറിയപ്പെടുന്നത് ഫാമിലിയും മാരേജും കിൻഷിപ്പുമാണ്. അതിലെ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഫാമിലി എന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രദ്ധിക്കുക. അതായത് the word family has been taken from the Roman word famulus, which means a servant. കുടുംബം എന്ന വാക്ക് റോമൻ പദമായ ഫാമുലസ് എന്നതിൽ നിന്നും ആണ് എടുത്തിട്ടുള്ളത്. വിച്ച് മീൻസ് എ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വിച്ച് മീൻസ് എ സെർവൻറ്റ്. സെർവൻറ്റ് എന്ന അർത്ഥമാക്കുന്ന, സെർവൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ സേവനം, സർവീസസ് ആണ് കേട്ടോ. കാരണം ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേവനം തന്നെയാണ്. ആ കുടുംബം നിലനിൽക്കണമെങ്കിൽ നമ്മൾ അത്രയധികം സേവനം അവിടെ വഹിക്കണം. അച്ഛനായാലും അമ്മയായാലും പരസ്പരം വളരെ സ്നേഹത്തോടു കൂടി നിലനിന്നാൽ മാത്രമേ ആ ഫാമിലിക്ക് കെട്ടുറപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ഫാമിലിയുടെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് തന്നെ അച്ഛനും അമ്മയുമാണ്. അത് മാത്രമല്ല, ഈ ഫാമിലി എന്ന ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് റോമൻ വേർഡിൽ നിന്നാണ്. ഫാമുലസ് എന്നാണ് ആദ്യം അതിനെ പറഞ്ഞിരുന്നത്. അപ്പോൾ റോമൻ വേർഡായിട്ടുള്ള ഫാമുലസ് എന്നതിൽ നിന്നുമാണ് ഏത് രൂപം കൊണ്ടിട്ടുള്ളത്? ഫാമിലി എന്ന പദം എടുത്തിട്ടുള്ളത്. ഫാമുലസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സെർവൻറ്റ്, സേവിക്കുക. അതായത് കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു സേവനം തന്നെയാണ്. പരസ്പരം ധാരണയോടെയും സ്നേഹത്തോടെയും അതേപോലെ തന്നെ ധാരണയോടുകൂടിയും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു ഘടകമാണ് കുടുംബം. എത്ര തേച്ചു മിനുക്കിയാലും ചില സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ശിഥിലമാകുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി. അതുകൊണ്ട് തന്നെ ഫാമുലസ് എന്ന റോമൻ വേർഡിൽ നിന്നാണ് ഫാമിലി എന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഫാമുലസ് എന്നതിൻ്റെ അർത്ഥം സെർവൻസ് എന്നാണ്. ദ ലാറ്റിൻ വേർഡ് ഫാമിലിയ അതേപോലെ തന്നെ ലാറ്റിൻ പദമായിട്ടുള്ള, അപ്പോൾ റോമൻ പദമായിട്ടുള്ള ഫാമുലസിൽ നിന്നും, ഫാമുലസ് എന്ന് പറഞ്ഞാൽ സെർവൻസ്, ലാറ്റിൻ വേർഡായിട്ടുള്ള ഫാമിലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഹൗസ് ഹോൾഡ്. ഫാമിലിയ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹൗസ് ഹോൾഡ്. അപ്പോൾ സെർവൻസ്, ഹൗസ് ഹോൾഡ് എന്നീ അർത്ഥങ്ങൾ വരുന്ന ഫാമുലസിൽ നിന്നും ഫാമിലിയയിൽ നിന്നുമാണ് ഏത് പദം രൂപം കൊണ്ടിട്ടുള്ളത്? ഫാമിലി എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. റോമൻ പദമായിട്ടുള്ള ഫാമുലസിൽ നിന്നും, ഫാമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെർവൻറ്റ്. ലാറ്റിൻ പദമായിട്ടുള്ള ഫാമിലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗസ് ഹോൾഡ്. അപ്പോൾ ഈ ഫാമുലസിൽ നിന്നും ഫാമിലിയയിൽ നിന്നുമാണ് ഏത് വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഫാമിലി എന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേപോലെ തന്നെ ഇൻ റോമൻ ലോ ദ വേർഡ് ഡിനോട്ട്സ് ദ ഗ്രൂപ്പ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സ്ലാവ്സ് ആൻഡ് അതർ സെർവൻസ് ആസ് വെൽ ആസ് മെമ്പേഴ്സ് കണക്റ്റഡ് ബൈ കോമൺ ഡിസെന്റ്. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ പറയുന്നത്? ഇൻ റോമൻ ലോ, റോമൻ നിയമപ്രകാരം ഈ പദം ഉൽപാദകർ, അടിമകൾ, മറ്റു സേവകർ, പൊതുവായ വംശപരമ്പരയാൽ ബന്ധിപ്പിക്കുന്ന അംഗങ്ങൾ എന്നിവരുടെ കൂട്ടത്തെ സൂചിപ്പിക്കുന്നു. ഇൻ റോമൻ ലോ ദ വേർഡ് ഡിനോട്ട്
റോമൻ വേർഡായിട്ടുള്ള ഫാമിലസ് ഏതൊക്കെ പദമായിട്ട് പറയുന്നുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻ റോമൻ ലോ ദ വേർഡ് ഡിനോട്ട് ദ ഗ്രൂപ്പ് ഓഫ് പ്രൊഡ്യൂസേഴ്സ്, സ്ലാവ്സ് ആൻഡ് അതർ സെർവൻസ് ആസ് വെൽ ആസ് മെമ്പേഴ്സ് കണക്റ്റഡ് ബൈ കോമൺ ഡീസെന്റ്. അതായത് റോമൻ നിയമത്തിൽ ഈ പദം ഉൽപാദകർ, അതേപോലെ തന്നെ പിന്നെന്താണ് അടിമകളെ, മറ്റു സേവകരെ, മറ്റു പൊതുവായ വംശപരമ്പരയാൽ ബന്ധിപ്പിക്കുന്ന അംഗങ്ങൾ എന്നിവരുടെ കൂട്ടത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പം ഇത്രയും കാര്യമാണ് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി റോമൻ പദമായിട്ടുള്ള ഫാമിലസിൽ നിന്നും ലാറ്റിൻ പദമായിട്ടുള്ള ഫാമിലിയയിൽ നിന്നുമാണ് ഫാമിലി എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. റോമൻ നിയമപ്രകാരം ഈ വേർഡ് എന്തിനൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്? ഗ്രൂപ്പ് പ്രൊഡ്യൂസേഴ്സ് ഉൽപാദകരെന്നും, സ്ലാവേഴ്സ് അടിമകളെന്നും, സെർവൻസ് അതേപോലെ തന്നെ സേവകരെന്നും, സെർവൻസ് എന്നും തുടങ്ങി പദങ്ങളുമായിട്ട് പൊതുവായിട്ടുള്ള പരമ്പരമായി ബന്ധിപ്പിക്കുന്ന അംഗങ്ങളുടെ കൂട്ടത്തെയാണ് ഏത് സൂചിപ്പിക്കുന്നത്? ഈ ഒരു ഫാമിലസ് എന്ന പദം റോമൻ വേർഡ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്. ദ ഫാമിലി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൈമറി ഗ്രൂപ്പ് ഇൻ സൊസൈറ്റി. അതേപോലെ തന്നെ സമൂഹത്തിലെ പ്രൈമറി ഗ്രൂപ്പായിട്ടാണ് ഏതിനെ പരിഗണിക്കുന്നത്? ഫാമിലിയെ കണക്കാക്കുന്നത്. ദ ഫാമിലി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൈമറി ഗ്രൂപ്പ് ഇൻ സൊസൈറ്റി. സമൂഹത്തിലെ ഒരു പൊതുവായിട്ടുള്ള ഗ്രൂപ്പായിട്ടാണ് ഏതിനെ പരിഗണിക്കുന്നത്? ഫാമിലിയെ പരിഗണിക്കുന്നത്. ഇത്രയും കാര്യമാണ് ഇതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് എന്താ എന്ന് നോക്കിക്കോളൂ. അതായത് ശ്രദ്ധിക്കുക, ദ മീനിങ് ഓഫ് ഫാമിലി വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ ഫോളോവിങ് ഡെഫിനിഷൻ. അതായത് താഴെ പറയുന്ന ഓരോ ഡെഫിനിഷനിൽ നിന്നും നമുക്ക് എന്തിനെ കുറിച്ചുള്ള അർത്ഥം മനസ്സിലാക്കാം? ഫാമിലിയെ കുറിച്ചുള്ള മീനിങ് മനസ്സിലാക്കാം. The meaning of family we can understand better by understanding the following definition. അതായത് താഴെ കൊടുത്തിരിക്കുന്ന നിർവചനങ്ങളിലൂടെ നമുക്ക് ഫാമിലി എന്താ എന്ന് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്? ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ഫാമിലി ഈസ് എ മോർ ഓർ ലെസ് ഡ്യൂറബിൾ അസോസിയേഷൻ ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിത്ത് ഓർ വിത്തൗട്ട് ചിൽഡ്രൻ. കുടുംബം എന്നത് കുട്ടികൾ ഉള്ളതോ ഇല്ലാത്തതോ ആയ ഭാര്യാഭർത്താക്കന്മാരുടെ ഒരു ഭാര്യാഭർത്താക്കന്മാർ നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് ഫാമിലി. ഫാമിലി ഈസ് എ മോർ ഓർ ലെസ് ഡ്യൂറബിൾ അസോസിയേഷൻ. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ദീർഘകാലം നിലനിൽക്കുന്ന ഭാര്യാഭർത്താക്കന്മാര്. അതെങ്ങനെയാണ്? വിത്ത് ഓർ വിത്തൗട്ട് ചിൽഡ്രൻ. കുട്ടികളുള്ളവരോ കുട്ടികളില്ലാത്തവരോ ആയിട്ടുള്ള ദീർഘകാലം നിലനിൽക്കുന്ന ഭാര്യാഭർത്താക്കന്മാരുടെ റിലേഷനെയാണ് എന്തു പറയുന്നത്? ഫാമിലി എന്ന് പറയുന്നത്. പൊതുവെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാമിലിയിൽ പിന്നെ അവിടെ ഒരുപാട് അംഗങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ സത്യത്തിൽ ഫാമിലി എന്ന് പറയുന്നത് ആരേനെയാണ്? കുട്ടികളുള്ളവരോ കുട്ടികളില്ലാത്തവരോ ആയിട്ടുള്ള ഭാര്യാഭർത്താക്കന്മാരുടെ ദീർഘകാലത്തെ ബന്ധത്തിനെയാണ് ഫാമിലി എന്ന് നിർവചിക്കുന്നത്. Family is a more or less durable association of husband and wife with or without children. And second one, it is a group of persons whose relation to one another are based upon consanguinity. അതായത് പിന്നീട് എന്താണ് പറയുന്നത്? രണ്ടാമത്തെ പോയിന്റിൽ ഫാമിലിയെ കുറിച്ച് എന്താ പറയുന്നത്? രക്തബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ളതും അതേപോലെ തന്നെ അമ്മയും കുഞ്ഞും പോലെയുള്ള രക്തബന്ധമുള്ള ആളുകൾ, പരസ്പരം ബന്ധുക്കളായ വ്യക്തികളുടെ ഒരു കൂട്ടമാണ്. രക്തബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധുക്കൾ അടങ്ങിയ ഒരു കൂട്ടത്തെയാണ് ഫാമിലി എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ഡെഫിനിഷൻ എന്താണ്? ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഹൂ റിലേഷൻ ടു വൺ അനദർ ആർ ബേസ്ഡ് അപ്പോൺ കോൺസെൻഗ്യുവാലിറ്റി. കോൺസെൻഗ്യുവാലിറ്റി പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? രക്തബന്ധത്തെ സോഷ്യോളജി വേർഡിൽ
കോൺസെൻഷ്വാലിറ്റി എന്ന് പറഞ്ഞു എന്താണ് അവിടെ വ്യക്തമാക്കുന്നത്? രക്തബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള അമ്മയും കുഞ്ഞും പോലുള്ള ബന്ധത്തെയാണ് ഫാമിലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് തേർഡ് വൺ, ഇതിൽ ഏകദേശം നമ്മൾ 7 പോയിന്റോളം പറയുന്നുണ്ട്. അതിൽ 5 പോയിന്റെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത പോയിന്റാണ്, ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഡിഫൈൻഡ് ബൈ എ സെക്സ് റിലേഷൻഷിപ്പ് sufficiently precise and enduring to provide for the procreation and upbringing of children. തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത്? കുടുംബം എന്നത് ഒരു സെക്സ്വൽ റിലേഷനാൽ നിർവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടമാണ്. ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഡിഫൈൻഡ് ബൈ എ സെക്സ് റിലേഷൻഷിപ്പ് സഫിഷ്യൻലി പ്രിസൈസ് ആൻഡ് എൻജറിങ് ടു പ്രൊവൈഡ് ഫോർ ദ procreation and upbringing of children. ഫാമിലി എന്നത് സെക്സ്വൽ റിലേഷനാൽ നിർവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടമാണ്. അത് കുട്ടികളുടെ പ്രത്യുൽപാദനത്തിനും വളർത്തലിനും ആവശ്യമായ കൃത്യമായി നിലനിൽക്കുന്നതുമാണ്. അപ്പോൾ ഇവിടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതായത് ഫാമിലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എങ്ങനെ നിലനിൽക്കുന്നതാണ് എന്നാ പറയുന്നത്? ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കുടുംബം നിലനിൽക്കുന്നത്. അത് കുട്ടികളുടെ പുനരുൽപാദനത്തിനും അവരുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത പോയിന്റാണ് ഫോർത്ത് പോയിന്റ്. ഇറ്റ് ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് ക്യാരക്ടറൈസ്ഡ് ബൈ കോമൺ റെസിഡൻസ്, എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. അതേപോലെ തന്നെ 4ാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? It is a social group characterized by common residence, economic cooperation and reproduction. കുടുംബം എന്നത് it is a social group characterized by common residence, economic cooperation and reproduction എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പൊതുവായ താമസം, സാമ്പത്തിക സഹകരണം, പുനരുൽപാദനം എന്നിവയിൽ സവിശേഷമായ ഒരു സാമൂഹിക ഗ്രൂപ്പാണിത്. It is a social group characterized by common residence, economic cooperation and reproduction. പൊതുവായ താമസം, സാമ്പത്തിക സഹകരണം, പുനരുൽപാദനം എന്നിവയാൽ സവിശേഷമായ ഒരു സാമൂഹിക ഗ്രൂപ്പിനെയാണ് ഫാമിലി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് ക്യാരക്ടറൈസ്ഡ് ബൈ കോമൺ റെസിഡൻസ്, എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. പൊതുവായിട്ടുള്ള താമസം, അതേപോലെ തന്നെ സാമ്പത്തിക സഹകരണം, അതേപോലെ തന്നെ പുനരുൽപാദനം എന്നിവയാൽ സവിശേഷമായിട്ടുള്ളൊരു സാമൂഹിക ഗ്രൂപ്പിനെയാണ് ഫാമിലി എന്ന് പറയുന്നത്. And then next point, family is a biological social unit composed of husband, wife and children. അതേപോലെ തന്നെ കുടുംബം എന്നത് ഭർത്താവും ഭാര്യയും കുട്ടിയും അടങ്ങുന്ന ഒരു ബയോളജിക്കൽ സോഷ്യൽ യൂണിറ്റ് ആണ്. ജൈവികമായ ഒരു സാമൂഹിക യൂണിറ്റ് ആണ്. ഫാമിലി ഈസ് എ ബയോളജിക്കൽ സോഷ്യൽ യൂണിറ്റ് കമ്പോസ്ഡ് ഓഫ് ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ചിൽഡ്രൻ. ആൻഡ് 5th പോയിന്റ് ആണ്, family is the basic primary group and the natural matrix of personality. കുടുംബം അടിസ്ഥാന പ്രാഥമിക ഗ്രൂപ്പും വ്യക്തിത്വത്തിന്റെ സ്വാഭാവിക മാട്രിക്സുമാണ്. ഫാമിലി ഈസ് എ ബേസിക് പ്രൈമറി ഗ്രൂപ്പ്. ഫാമിലി എന്ന് പറയുന്നത് ഒരു പ്രാഥമിക ഗ്രൂപ്പും നാച്ചുറൽ ആയിട്ടുള്ള ഒരു മാട്രിക്സ് പേഴ്സണാലിറ്റിയുമാണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ഫാമിലി ഈസ് എ സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ പേരൻസ് ആൻഡ് ചിൽഡ്രൻ. കുടുംബം എന്നത് മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളുടെ ഒരു സംവിധാനമാണ്. ഫാമിലി ഈസ് എ സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ പേരൻസ് ആൻഡ് ചിൽഡ്രൻ. കുടുംബം എന്നത് മാതാപിതാക്കളും കുട്ടികളും നിലനിൽക്കുന്ന ബന്ധങ്ങളുടെ ഒരു സംവിധാനമാണ്. ഫാമിലി ഈസ് എ സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ പേരൻസ് ആൻഡ് ചിൽഡ്രൻ. കുട്ടികളും പേരൻസും അടങ്ങുന്ന ഒരു സവിശേഷമായിട്ടുള്ളൊരു ഘടകമാണ് ഫാമിലി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലിയിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഫാമിലിയുടെ ഫീച്ചേഴ്സ് ആണ് അറിയാനുള്ളത്. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻറ്റ്, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. നമ്മളിന്ന് സോഷ്യോളജി ഓഫ് ഇന്ത്യയിലെ ബ്ലോക്ക് 2-ലെ 10th യൂണിറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോഷ്യോളജി ഓഫ് ഇന്ത്യ 1, ബ്ലോക്ക് 2, യൂണിറ്റ് 10, ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ്. അതായത് സോഷ്യോളജി എന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം, ഫാക്ടറാണ് ഫാമിലിയും മാരേജും
അതേപോലെ തന്നെ കിൻഷിപ്പും. സോഷ്യോളജിയുടെ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ അഥവാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഏതൊക്കെ? ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ്. കുടുംബവും വിവാഹവും രക്തബന്ധവും. അപ്പോൾ സോഷ്യോളജി എന്ന ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 ഘടകങ്ങളും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണിത്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ടോപ്പിക്കാണ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി. അതായത് ഫാമിലി എന്ന സ്ഥാപനം. ഇപ്പോൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജിയിലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് അറിയപ്പെടുന്നത് ഫാമിലിയും മാരേജും കിൻഷിപ്പുമാണ്. അതിലെ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഫാമിലി എന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രദ്ധിക്കുക. അതായത് the word family has been taken from the Roman word famulus which means a servant. കുടുംബം എന്ന വാക്ക് റോമൻ പദമായ ഫാമുലസ് എന്നതിൽ നിന്നും ആണ് എടുത്തിട്ടുള്ളത്. വിച്ച് മീൻസ് എ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വിച്ച് മീൻസ് എ സെർവൻറ്റ്. സെർവൻറ്റ് എന്ന അർത്ഥമാക്കുന്ന, സെർവൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ സേവനം, സർവീസസ് ആണ് കേട്ടോ. കാരണം ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേവനം തന്നെയാണ്. ആ കുടുംബം നിലനിൽക്കണമെങ്കിൽ നമ്മൾ അത്രയധികം സേവനം അവിടെ വഹിക്കണം. അച്ഛനായാലും അമ്മയായാലും പരസ്പരം വളരെ സ്നേഹത്തോടു കൂടി നിലനിന്നാൽ മാത്രമേ ആ ഫാമിലിക്ക് കെട്ടുറപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ഫാമിലിയുടെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് തന്നെ അച്ഛനും അമ്മയുമാണ്. അത് മാത്രമല്ല ഈ ഫാമിലി എന്ന ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് റോമൻ വേർഡിൽ നിന്നാണ്. ഫാമുലസ് എന്നാണ് ആദ്യം അതിനെ പറഞ്ഞിരുന്നത്. അപ്പോൾ റോമൻ വേർഡായിട്ടുള്ള ഫാമുലസ് എന്നതിൽ നിന്നുമാണ് ഏത് രൂപം കൊണ്ടിട്ടുള്ളത്? ഫാമിലി എന്ന പദം എടുത്തിട്ടുള്ളത്. ഫാമുലസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സെർവൻറ്റ്, സേവിക്കുക. അതായത് കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു സേവനം തന്നെയാണ്. പരസ്പരം ധാരണയോടെയും സ്നേഹത്തോടെയും അതേപോലെ തന്നെ ധാരണയോടുകൂടിയും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു ഘടകമാണ് കുടുംബം. എത്ര തേച്ചു മിനുക്കിയാലും ചില സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ശിഥിലമാകുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി. അതുകൊണ്ട് തന്നെ ഫാമുലസ് എന്ന റോമൻ വേർഡിൽ നിന്നാണ് ഫാമിലി എന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഫാമുലസ് എന്നതിൻ്റെ അർത്ഥം സെർവൻസ് എന്നാണ്. ദ ലാറ്റിൻ വേർഡ് ഫാമിലിയ എന്ന് അതേപോലെ തന്നെ ലാറ്റിൻ പദമായിട്ടുള്ള, അപ്പോൾ റോമൻ പദമായിട്ടുള്ള ഫാമുലസിൽ നിന്നും, ഫാമുലസ് എന്ന് പറഞ്ഞാൽ സെർവൻസ്, ലാറ്റിൻ വേർഡായിട്ടുള്ള ഫാമിലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഹൗസ് ഹോൾഡ്. ഫാമിലിയ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഹൗസ് ഹോൾഡ്. അപ്പോൾ സെർവൻസ്, ഹൗസ് ഹോൾഡ് എന്നീ അർത്ഥങ്ങൾ വരുന്ന ഫാമുലസിൽ നിന്നും ഫാമിലിയയിൽ നിന്നുമാണ് ഏത് പദം രൂപം കൊണ്ടിട്ടുള്ളത്? ഫാമിലി എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. റോമൻ പദമായിട്ടുള്ള ഫാമുലസിൽ നിന്നും, ഫാമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെർവൻറ്റ്. ലാറ്റിൻ പദമായിട്ടുള്ള ഫാമിലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗസ് ഹോൾഡ്. അപ്പോൾ ഈ ഫാമുലസിൽ നിന്നും ഫാമിലിയയിൽ നിന്നുമാണ് ഏത് വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഫാമിലി എന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേപോലെ തന്നെ ഇൻ റോമൻ ലോ ദ വേർഡ് ഡിനോട്ട്സ് ദ ഗ്രൂപ്പ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സ്ലാവ്സ് ആൻഡ് അതർ സെർവൻസ് ആസ് വെൽ ആസ് മെമ്പേഴ്സ് കണക്റ്റഡ് ബൈ കോമൺ ഡിസെന്റ്. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ പറയുന്നത്? ഇൻ റോമൻ ലോ, റോമൻ നിയമപ്രകാരം ഈ പദം ഉൽപാദകർ, അടിമകൾ, മറ്റ് സേവകർ, പൊതുവായ വംശപരമ്പരയാൽ ബന്ധിപ്പിക്കുന്ന അംഗങ്ങൾ എന്നിവരുടെ കൂട്ടത്തെ സൂചിപ്പിക്കുന്നു. ഇൻ റോമൻ ലോ ദ വേർഡ് ഡിനോട്ട്, റോമൻ വേർഡായിട്ടുള്ള ഫാമുലസ് ഏതൊക്കെ പദമായിട്ട് പറയുന്നുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇൻ റോമൻ ലോ ദ വേർഡ് ഡിനോട്ട് ദ ഗ്രൂപ്പ് ഓഫ് പ്രൊഡ്യൂസേഴ്സ്, സ്ലാവ്സ് ആൻഡ് അതർ സെർവൻസ് ആസ് വെൽ ആസ് മെമ്പേഴ്സ് കണക്റ്റഡ് ബൈ കോമൺ ഡീസെന്റ്. അതായത് റോമൻ നിയമത്തിൽ ഈ പദം ഉൽപാദകർ, അതേപോലെ തന്നെ
പിന്നെന്താണ് അടിമകളെ, മറ്റു സേവകരെ, മറ്റു പൊതുവായ വംശപരമ്പരയാൽ ബന്ധിപ്പിക്കുന്ന അംഗങ്ങൾ എന്നിവരുടെ കൂട്ടത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പം ഇത്രയും കാര്യമാണ് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി. റോമൻ പദമായിട്ടുള്ള ഫാമിലസിൽ നിന്നും ലാറ്റിൻ പദമായിട്ടുള്ള ഫാമിലിയയിൽ നിന്നുമാണ് ഫാമിലി എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത്. റോമൻ നിയമപ്രകാരം ഈ വേർഡ് എന്തിനൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്? ഗ്രൂപ്പ് പ്രൊഡ്യൂസേഴ്സ് ഉൽപാദകരെന്നും, സ്ലാവേഴ്സ് അടിമകളെന്നും, സെർവൻസ് അതേപോലെ തന്നെ സേവകരെന്നും, സെർവൻസ് എന്നും തുടങ്ങിയ പദങ്ങളുമായിട്ട് പൊതുവായിട്ടുള്ള പരമ്പരമായി ബന്ധിപ്പിക്കുന്ന അംഗങ്ങളുടെ കൂട്ടത്തെയാണ് ഏത് സൂചിപ്പിക്കുന്നത്? ഈ ഒരു ഫാമിലസ് എന്ന പദം റോമൻ വേർഡ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്. ദ ഫാമിലി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൈമറി ഗ്രൂപ്പ് ഇൻ സൊസൈറ്റി. അതേപോലെ തന്നെ സമൂഹത്തിലെ പ്രൈമറി ഗ്രൂപ്പായിട്ടാണ് ഏതിനെ പരിഗണിക്കുന്നത്? ഫാമിലിയെ കണക്കാക്കുന്നത്. ദ ഫാമിലി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൈമറി ഗ്രൂപ്പ് ഇൻ സൊസൈറ്റി. സമൂഹത്തിലെ ഒരു പൊതുവായിട്ടുള്ള ഗ്രൂപ്പായിട്ടാണ് ഏതിനെ പരിഗണിക്കുന്നത്? ഫാമിലിയെ പരിഗണിക്കുന്നത്. ഇത്രയും കാര്യമാണ് ഇതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അടുത്തതായിട്ട് നിങ്ങൾക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് എന്താ എന്ന് നോക്കിക്കോളൂ. അതായത് ശ്രദ്ധിക്കുക. The meaning of family we can understand better by understanding the following definition. അതായത് താഴെ പറയുന്ന ഓരോ ഡെഫിനിഷനിൽ നിന്നും നമുക്ക് എന്തിനെ കുറിച്ചുള്ള അർത്ഥം മനസ്സിലാക്കാം? ഫാമിലിയെ കുറിച്ചുള്ള മീനിങ് മനസ്സിലാക്കാം. The meaning of family we can understand better by understanding the following definition. അതായത് താഴെ കൊടുത്തിരിക്കുന്ന നിർവചനങ്ങളിലൂടെ നമുക്ക് ഫാമിലി എന്താ എന്ന് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്? ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ഫാമിലി ഈസ് എ മോർ ഓർ ലെസ് ഡ്യൂറബിൾ അസോസിയേഷൻ ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിത്ത് ഓർ വിത്തൗട്ട് ചിൽഡ്രൻ. കുടുംബം എന്നത് കുട്ടികളുടെയോ കുട്ടികൾ ഉള്ളതോ ഇല്ലാത്തതോ ആയ ഭാര്യാഭർത്താക്കന്മാരുടെ ഒരു ഭാര്യാഭർത്താക്കന്മാർ നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് ഫാമിലി. ഫാമിലി ഈസ് എ മോർ ഓർ ലെസ് ഡ്യൂറബിൾ അസോസിയേഷൻ. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ദീർഘകാലം നിലനിൽക്കുന്ന ഭാര്യാഭർത്താക്കന്മാര്. അതെങ്ങനെയാണ്? വിത്ത് ഓർ വിത്തൗട്ട് ചിൽഡ്രൻ. കുട്ടികളുള്ളവരോ കുട്ടികളില്ലാത്തവരോ ആയിട്ടുള്ള ദീർഘകാലം നിലനിൽക്കുന്ന ഭാര്യാഭർത്താക്കന്മാരുടെ റിലേഷനെയാണ് എന്തു പറയുന്നത്? ഫാമിലി എന്ന് പറയുന്നത്. പൊതുവെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാമിലിയിൽ പിന്നെ അവിടെ ഒരുപാട് അംഗങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ സത്യത്തിൽ ഫാമിലി എന്ന് പറയുന്നത് ആരേനെയാണ്? കുട്ടികളുള്ളവരോ കുട്ടികളില്ലാത്തവരോ ആയിട്ടുള്ള ഭാര്യാഭർത്താക്കന്മാരുടെ ദീർഘകാലത്തെ ബന്ധത്തിനെയാണ് ഫാമിലി എന്ന് നിർവചിക്കുന്നത്. Family is a more or less durable association of husband and wife with or without children. And second one, it is a group of persons whose relation to one another are based upon consanguinity. അതായത് പിന്നീട് എന്താണ് പറയുന്നത്? രണ്ടാമത്തെ പോയിന്റിൽ ഫാമിലിയെ കുറിച്ച് എന്താ പറയുന്നത്? രക്തബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ളതും അതേപോലെ തന്നെ അമ്മയും കുഞ്ഞും പോലെയുള്ള രക്തബന്ധമുള്ള ആളുകൾ പരസ്പരം ബന്ധുക്കളായ വ്യക്തികളുടെ ഒരു കൂട്ടമാണ്. രക്തബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള ബന്ധുക്കൾ അടങ്ങിയ ഒരു കൂട്ടത്തെയാണ് ഫാമിലി എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ഡെഫിനിഷൻ എന്താണ്? ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഹൂ റിലേഷൻ ടു വൺ അനദർ ആർ ബേസ്ഡ് അപ്പോൺ കോൺസെൻഗ്വാനിറ്റി. കോൺസെൻഗ്വാനിറ്റി പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? രക്തബന്ധത്തെ സോഷ്യോളജി വേർഡിൽ കോൺസെൻഗ്വാനിറ്റി എന്ന് പറഞ്ഞു എന്താണ് അവിടെ വ്യക്തമാക്കുന്നത്? രക്തബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള അമ്മയും കുഞ്ഞും പോലുള്ള ബന്ധത്തെയാണ് ഫാമിലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് തേർഡ് വൺ, ഇതിൽ ഏകദേശം നമ്മൾ 7 പോയിന്റോളം പറയുന്നുണ്ട്. അതിൽ 5 പോയിന്റെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത പോയിന്റാണ്, ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഡിഫൈൻഡ് ബൈ എ സെക്സ്
റിലേഷൻഷിപ്പ് സഫിഷ്യൻ്റ്ലി precise and enduring to provide for the procreation and upbringing of children. തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത്? കുടുംബം എന്നത് ഒരു സെക്സ്വൽ റിലേഷനാൽ നിർവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടമാണ്. ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഡിഫൈൻഡ് ബൈ എ സെക്സ് റിലേഷൻഷിപ്പ് സഫിഷ്യൻ്റ്ലി precise and enduring to provide for the procreation and upbringing of children. ഫാമിലി എന്നത് സെക്സ്വൽ റിലേഷനാൽ നിർവചിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടമാണ്. അത് കുട്ടികളുടെ പ്രത്യുൽപാദനത്തിനും വളർത്തലിനും ആവശ്യമായ കൃത്യമായി നിലനിൽക്കുന്നതുമാണ്. അപ്പോൾ ഇവിടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതായത് ഫാമിലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എങ്ങനെ നിലനിൽക്കുന്നതാണ് എന്നാ പറയുന്നത്? ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കുടുംബം നിലനിൽക്കുന്നത്. അത് കുട്ടികളുടെ പുനരുൽപാദനത്തിനും അവരുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത പോയിന്റാണ് ഫോർത്ത് പോയിന്റ്. ഇറ്റ് ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് ക്യാരക്ടറൈസ്ഡ് ബൈ കോമൺ റെസിഡൻസ്, എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. അതേപോലെ തന്നെ നാലാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? It is a social group characterized by common residence, economic cooperation and reproduction. കുടുംബം എന്നത് it is a social group characterized by common residence, economic cooperation and reproduction എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പൊതുവായ താമസം, സാമ്പത്തിക സഹകരണം, പുനരുൽപാദനം എന്നിവയിൽ സവിശേഷമായ ഒരു സാമൂഹിക ഗ്രൂപ്പാണിത്. It is a social group characterized by common residence, economic cooperation and reproduction. പൊതുവായ താമസം, സാമ്പത്തിക സഹകരണം, പുനരുൽപാദനം എന്നിവയാൽ സവിശേഷമായ ഒരു സാമൂഹിക ഗ്രൂപ്പിനെയാണ് ഫാമിലി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് ക്യാരക്ടറൈസ്ഡ് ബൈ കോമൺ റെസിഡൻസ്, എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. പൊതുവായിട്ടുള്ള താമസം, അതേപോലെ തന്നെ സാമ്പത്തിക സഹകരണം, അതേപോലെ തന്നെ പുനരുൽപാദനം എന്നിവയാൽ സവിശേഷമായിട്ടുള്ളൊരു സാമൂഹിക ഗ്രൂപ്പിനെയാണ് ഫാമിലി എന്ന് പറയുന്നത്. And then next point, family is a biological social unit composed of husband, wife and children. അതേപോലെ തന്നെ കുടുംബം എന്നത് ഭർത്താവും ഭാര്യയും കുട്ടിയും അടങ്ങുന്ന ഒരു ബയോളജിക്കൽ സോഷ്യൽ യൂണിറ്റ് ആണ്. ജൈവികമായ ഒരു സാമൂഹിക യൂണിറ്റ് ആണ്. ഫാമിലി ഈസ് എ ബയോളജിക്കൽ സോഷ്യൽ യൂണിറ്റ് കമ്പോസ്ഡ് ഓഫ് ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ചിൽഡ്രൻ. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് ആണ്, family is the basic primary group and the natural matrix of personality. കുടുംബം അടിസ്ഥാന പ്രാഥമിക ഗ്രൂപ്പും വ്യക്തിത്വത്തിന്റെ സ്വാഭാവിക മാട്രിക്സുമാണ്. ഫാമിലി ഈസ് എ ബേസിക് പ്രൈമറി ഗ്രൂപ്പ്. ഫാമിലി എന്ന് പറയുന്നത് ഒരു പ്രാഥമിക ഗ്രൂപ്പും നാച്ചുറൽ ആയിട്ടുള്ള ഒരു മാട്രിക്സ് പേഴ്സണാലിറ്റിയുമാണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ഫാമിലി ഈസ് എ സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ പേരൻസ് ആൻഡ് ചിൽഡ്രൻ. കുടുംബം എന്നത് മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളുടെ ഒരു സംവിധാനമാണ്. ഫാമിലി ഈസ് എ സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ പേരൻസ് ആൻഡ് ചിൽഡ്രൻ. കുടുംബം എന്നത് മാതാപിതാക്കളും കുട്ടികളും നിലനിൽക്കുന്ന ബന്ധങ്ങളുടെ ഒരു സംവിധാനമാണ്. ഫാമിലി ഈസ് എ സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ പേരൻസ് ആൻഡ് ചിൽഡ്രൻ. കുട്ടികളും പേരൻസും അടങ്ങുന്ന ഒരു സവിശേഷമായിട്ടുള്ളൊരു ഘടകമാണ് ഫാമിലി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലിയിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഫാമിലിയുടെ ഫീച്ചേഴ്സ് ആണ് അറിയാനുള്ളത്. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രദ്ധിക്കൂ, സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി. ഫാമിലിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. കുടുംബത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഒരുപാട് സവിശേഷതകൾ, ഫീച്ചേഴ്സ് നിലനിൽക്കുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി. അതുകൊണ്ട് തന്നെ നിരവധി ഫീച്ചേഴ്സ് അതിൽ ഇൻവോൾവ്ഡ് ആണ്. പ്രധാനമായും കുടുംബത്തിൻ്റെ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ, യൂണിവേഴ്സാലിറ്റി. എന്താ യൂണിവേഴ്സാലിറ്റി പറഞ്ഞാൽ? സാർവത്രികം. കുടുംബം ഒരു സാർവത്രികമാണ്. ഫാമിലി ഈസ് എ യൂണിവേഴ്സൽ
സോഷ്യൽ യൂണിറ്റ് ആൻഡ് എക്സിസ്റ്റഡ് ഇൻ വെരി ഏജ് ആൻഡ് ഇൻ എവരി സൊസൈറ്റി. അതായത് അപ്പോൾ സൈലന്റ് ഫീച്ചേഴ്സിൽ ഫസ്റ്റ് പോയിന്റാണ് യൂണിവേഴ്സാലിറ്റി. ഫാമിലി ഒരു സാർവത്രികമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? എന്നും നിലനിൽക്കുന്ന ഒന്നാണ്. എന്നും നിലനിൽക്കണമെങ്കിൽ അതിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ കെയർ ചെയ്യണം, അപ്പോഴേ അതെന്നും നിലനിൽക്കുള്ളൂ. അപ്പോൾ കുടുംബം, ഒരു ഫാമിലി ഒരു യൂണിവേഴ്സലാണ് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ഫാമിലി ഈസ് എ യൂണിവേഴ്സൽ സോഷ്യൽ യൂണിറ്റ് ആൻഡ് എക്സിസ്റ്റഡ് ഇൻ വെരി ഏജ് ആൻഡ് ഇൻ എവരി സൊസൈറ്റി. കുടുംബം ഒരു സാർവത്രിക സാമൂഹിക യൂണിറ്റാണ്. എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ സമൂഹത്തിലും അത് നിലനിൽക്കുന്നു. ഓരോ വ്യക്തിയും കുടുംബത്തിലെ അംഗമാണ്. ഇപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ഒരു സാർവത്രികമായിട്ടുള്ള സാമൂഹിക യൂണിറ്റാണ്, എന്നും നിലനിൽക്കുന്ന ഒരു യൂണിറ്റാണ്. അത് എല്ലാ ടൈമിലും എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഒന്നാണ്. മാത്രമല്ല എല്ലാ സമൂഹത്തിലും അത് നിലനിൽക്കുന്നുണ്ട്. ഓരോ വ്യക്തിയും ഒരു കുടുംബത്തിലെ അംഗമാണ്. ഇവിടെ കാണപ്പെടുന്ന ഓരോ പേഴ്സണും ഓരോ ഫാമിലി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഫാമിലി അച്ഛനും അമ്മയും ഇല്ലാതെ ഒരു വ്യക്തിയും ജനിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബം ബൈ ചാൻസ് നഷ്ടപ്പെട്ടവരുണ്ടായിരിക്കാം, അനാഥരായിട്ട് അച്ഛനും അമ്മയും ആക്സിഡൻറ്റിലൊക്കെ മരിച്ചിട്ടോ, അതല്ലെങ്കിൽ ചില ആളുകൾ, ചില സ്ത്രീകൾ കുട്ടികളെ ഉപേക്ഷിക്കേണ്ട ജീവിത സാഹചര്യങ്ങളൊക്കെ അവർക്ക് വരാറുണ്ട്. അങ്ങനെയൊക്കെ കുട്ടികളെ ഉപേക്ഷിക്കുമ്പോഴൊക്കെ ഒറ്റപ്പെടുക എന്നല്ലാതെ കുടുംബം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും ഒരു കുടുംബത്തിലെ അംഗമാണ്. അതുകൊണ്ടാണ് ഫാമിലി ഒരു സാർവത്രികമാണ് എന്ന് പറയാനുള്ള കാരണം. അടുത്ത പോയിന്റാണ് എന്ത്? ഫിനാൻഷ്യൽ പ്രൊവിഷൻ, അതായത് സാമ്പത്തിക സഹായം. കുടുംബം എപ്പോഴും ഒരു ഫിനാൻഷ്യൽ പ്രൊവിഷനാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? എവരി ഫാമിലി മേക്ക് സം കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊവിഷൻ so that all the basic requirements of the family can be meet of the members of family. കുടുംബത്തിലെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി ഓരോ കുടുംബവും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകുന്നു. കുടുംബത്തിലെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി ഓരോ കുടുംബവും ഏതെങ്കിലും രീതിയിൽ നൽകാറുണ്ട്? സാമ്പത്തിക സഹായം, അതായത് ഫിനാൻഷ്യൽ പ്രൊവിഷൻ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, അച്ഛനും അമ്മയും ഫിനാൻഷ്യൽ പ്രൊവിഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ആ കുട്ടികളുടെ ഓരോ കാര്യങ്ങളും നടന്നു പോകുന്നത്. ഇനി അച്ഛനും അമ്മയും വയസ്സാകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ആര് ഫിനാൻഷ്യൽ പ്രൊവിഷൻ ചെയ്യണം? അവരുടെ മക്കൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ പ്രൊവിഷൻ ചെയ്യണം. അപ്പോൾ ഏതൊരു കുടുംബത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ് ഫിനാൻഷ്യൽ പ്രൊവിഷൻ, സാമ്പത്തികമായിട്ടുള്ള സഹായം. അതുകൊണ്ടാണ് കുടുംബത്തിൽ എന്നും നിലനിൽക്കണം എന്ന് പറയാനുള്ള കാരണം, സാമ്പത്തിക സഹായം നിലനിൽക്കണം. അച്ഛനും അമ്മയും മക്കൾക്കും, മക്കൾ അച്ഛനും അമ്മയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ട്രാൻസാക്ഷൻ എപ്പോഴും നിലനിൽക്കണം എന്ന് പറയാനുള്ള കാരണം. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് ലിമിറ്റഡ് സൈസ് ആൻഡ് ന്യൂക്ലിയസ്. ഫാമിലിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലിമിറ്റഡ് സൈസ് ആൻഡ് ന്യൂക്ലിയസ്, പരിമിതമായ വലുപ്പവും ന്യൂക്ലിയസും അണുകുടുംബവുമായിരിക്കണം. എന്തുകൊണ്ടാണ് കുടുംബം എപ്പോഴും ചെറുതാവണം എന്ന് പറയാനുള്ള, ലിമിറ്റഡ് സൈസ് ആവണം എന്ന് പറയാനുള്ള കാരണം? നമ്മൾക്കറിയാം, ഒരു കാലഘട്ടത്തിൽ വലിയ ജോയിൻറ്റ് ഫാമിലികളാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വലിയ കുടുംബങ്ങളാണ് നിലനിന്നിരുന്നത്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ ജോലി എന്ന് പറയുന്നത് വെറും കൃഷി മാത്രമാണ്. കൃഷിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആണ് ആളുകൾ ജീവിച്ചിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഇന്ന് തൊഴിൽ മേഖലകൾ തേടി ഓരോ ആളുകളും ഓരോ സ്ഥലത്തിലേക്ക്, ഓരോ ഭാഗത്തേക്ക് പലായനം ചെയ്യപ്പെട്ടപ്പോൾ അവിടെയൊക്കെ ഫാമിലി ചുരുങ്ങുകയാണ് ചെയ്തത്. തൊഴിലന്വേഷിച്ച് ആളുകൾ പല രാജ്യങ്ങളിലേക്കും പല പ്രദേശങ്ങളിലേക്കും മൈഗ്രേഷൻ ചെയ്യപ്പെട്ടപ്പോൾ ആ കുടുംബത്തിൻ്റെ വലിപ്പം കുറഞ്ഞു. ആരെ മാത്രം കൊണ്ടുപോകാൻ തുടങ്ങി? ഭാര്യയെയും കുട്ടികളെയും മാത്രം ഒതുങ്ങി. പൊതുവേ മാത്രമല്ല, വലിയ കുടുംബങ്ങളാകുമ്പോൾ ചെലവും കൂടും. അതുകൊണ്ടാണ് എപ്പോഴും കുടുംബം ചെറുതാണ്, ലിമിറ്റഡ് സൈസ് ആൻഡ് ന്യൂക്ലിയസ് എന്ന് പറയാനുള്ള കാരണം. ഫാമിലി ഈസ് കൺസിഡർഡ് ടു ബി സ്മാളസ്റ്റ് കിൻഷിപ്പ് ഗ്രൂപ്പ് ആൻഡ് ബേസിക്കലി മെയ്ഡ് അപ്പ് ഓഫ് എ ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ദെയർ അൺമാരീഡ് ചിൽഡ്രൻ. അതായത് കുടുംബം എന്നത് ഏറ്റവും ചെറിയ ബന്ധുത്വ ഗ്രൂപ്പായി കണക്കാക്കപ്പെടുന്നു. അടിസ്ഥാനപരമായി ഭർത്താവ്, ഭാര്യ, അവരുടെ അവിവാഹിതരായ കുട്ടികൾ എന്നിവരടങ്ങുന്നതാണ് കുടുംബം.
ഒരു ലിമിറ്റഡ് സൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുടുംബം ഒരു ലിമിറ്റഡ് സൈസ് ആവണമെങ്കിൽ അവിടെ ആരൊക്കെ പാടുള്ളൂ? അച്ഛൻ, അമ്മ, വിവാഹം കഴിയാത്ത മക്കൾ വിവാഹം കഴിയുന്നതോടുകൂടി ആ കുടുംബത്തിൻ്റെ വലിപ്പമാണ് അവിടെ സൈസ് വർദ്ധിക്കും. അപ്പം അത് ഏകദേശം ജോയിൻറ്റ് ഫാമിലിയിലേക്ക് എത്താൻ, കാരണം അച്ഛനും അമ്മമ്മയായി മാറി, അവിടെ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. അതിന് പകരം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ അച്ഛനും അമ്മയും അവരുടെ മക്കളും മാത്രം വിവാഹിതരല്ലാത്ത മക്കളും ഉൾപ്പെടുന്നതിനെയാണ് ഇവിടെ എന്ത് പറയുന്നത്? ലിമിറ്റഡ് സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ there are joint family or extended family as well as which have a latest 3 generation of parents and their children along with their own elderly parents and son and their spouses living together. എന്നാൽ ജോയിൻ്റ് ഫാമിലി ആൻഡ് എക്സ്റ്റെൻഡ് ഫാമിലി, ജോയിൻ്റ് ഫാമിലി ആയിരിക്കുമ്പോൾ 3 തലമുറകളെങ്കിലും മാതാപിതാക്കളും കുട്ടികളും പ്രായമായ മാതാപിതാക്കളും ആൺമക്കളും അവരുടെ ഭാര്യമാരും ഒരുമിച്ച് ചേരുന്ന ഒരു സംയുക്ത കുടുംബങ്ങളെയാണ് എന്ത് പറയുക? നമ്മൾ ജോയിൻ്റ് ഫാമിലി എന്ന് പറയുക കേട്ടോ. പൊതുവേ കുടുംബം എപ്പോഴും സ്മാളായിരിക്കുന്നതാവുമ്പോൾ ഒരു പരിധി വരെ ചിലവ് കുറയ്ക്കാൻ കഴിയും. അത് പക്ഷേ ന്യൂക്ലിയർ ഫാമിലിയിലും ജോയിൻ്റ് ഫാമിലിയിലും ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ജോയിൻ്റ് ഫാമിലിക്കാണ് എപ്പോഴും കെട്ടുറപ്പുള്ളത് കേട്ടോ. ന്യൂക്ലിയർ ഫാമിലിക്ക് കെട്ടുറപ്പുണ്ടാവില്ല. പക്ഷേ എങ്കിലും ഇവിടെ കുടുംബത്തിൻ്റെ സവിശേഷത പറയുമ്പോൾ എന്താണ് നല്ലത് എന്നാണ് പറയുന്നത്? ഫാമിലിയുടെ സൈസ് എന്ന് പറയുന്നത് ലിമിറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ജോയിൻ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? അതായത് there are joint family or extended family as well as which have at least 3 generation, ഏകദേശം 3 ജനറേഷനെങ്കിലും 3 തലമുറകളെങ്കിലും അടങ്ങിയിരിക്കുന്നവരായിരിക്കും ജോയിൻ്റ് ഫാമിലി. മാതാപിതാക്കളും കുട്ടികളും പ്രായമായ മാതാപിതാക്കളും ആൺമക്കളും അവരുടെ ഭാര്യമാരും അങ്ങനെ ഒരുപാട് അംഗങ്ങൾ അടങ്ങുന്നതായിരിക്കും എന്ത്? ജോയിൻ്റ് ഫാമിലി. ആൻഡ് ദെൻ അടുത്ത പോയിൻ്റാണ് ഫാമിലിയുടെ ഫീച്ചേഴ്സിലെ 4th പോയിൻ്റാണ് ഇമോഷണൽ ബേസിസ്. ഇമോഷണൽ ബേസിസ് പറഞ്ഞാൽ എന്താ? വൈകാരിക അടിത്തറ. നമുക്കറിയാം എല്ലാം തരം വൈകാരികമായ അടിത്തറയും ഉടലെടുക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. സങ്കടമായാലും സന്തോഷമായാലും അങ്ങനെ നമ്മളിൽ കാണപ്പെടുന്ന പല വികാരങ്ങളും രൂപം കൊള്ളുന്നത് കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇമോഷണൽ ബേസിസ് ആണ് ഫാമിലി എന്ന് പറയാനുള്ള കാരണം. These members of family are emotionally bound to each other and share pleasures and pain with one another. അതായത് കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവർ പരസ്പരം സുഖദുഃഖങ്ങൾ പങ്കിടുന്നു. The integration of bond in a family is mutual affection and blood ties and they provide love, care and protection to each other. അപ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുകയും അവർ പരസ്പരം സുഖദുഃഖങ്ങൾ പങ്കിടുകയും ചെയ്യുന്നു. ഒരു കുടുംബത്തിലെ ബന്ധങ്ങളുടെ സംയോജനം പരസ്പരം വാത്സല്യവും രക്തബന്ധവുമാണ്. അവ പരസ്പരം സ്നേഹം, പരിചരണം, സംരക്ഷണം എന്നിവ നൽകുന്നു. അപ്പോൾ പരസ്പരം സ്നേഹവും സംരക്ഷണവും പരിചരണവും അങ്ങനത്തെ വികാരങ്ങളൊക്കെ നമുക്ക് നൽകുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് കുടുംബം ഇമോഷണൽ ബേസ് ആണ് എന്ന് പറയാനുള്ള കാരണം. കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം വൈകാരികമായി ഇമോഷണലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അവർ പരസ്പരം സുഖദുഃഖങ്ങൾ പങ്കിടാറുണ്ട്. കുടുംബത്തിലെ ബന്ധങ്ങളുടെ സംയോജനം എന്തൊക്കെയാണ്? ദ ഇൻ്റഗ്രേഷൻ ഓഫ് ബോണ്ട് ഇൻ എ ഫാമിലി, മ്യൂച്വൽ അഫെക്ഷൻ. മ്യൂച്വൽ അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പര സ്നേഹവും അതേപോലെ തന്നെ പരിചരണവും ലവും പ്രൊട്ടക്ഷൻ അതേ സംരക്ഷണവും അപ്പോൾ പരസ്പര വാത്സല്യവും രക്തബന്ധവും പരസ്പര സ്നേഹവും പരിചരണവും സംരക്ഷണവും ഒക്കെ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഫാമിലിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഫാമിലിയുടെ മറ്റൊരു ഫീച്ചറാണ് ഇമോഷണൽ ബേസ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, 5th പോയിന്റാണ് അടുത്ത് പറയുന്നത് സോഷ്യൽ റെഗുലേഷൻ, സാമൂഹിക നിയന്ത്രണങ്ങൾ. ഒരുപാട് സാമൂഹിക നിയന്ത്രണങ്ങളും എവിടെ നിലനിൽക്കാറുണ്ട്? കുടുംബങ്ങളിൽ നിലനിൽക്കാറുണ്ട്. In a family, the members are trained through socialization to follow social norms, customs and social conduct in the process of socialization.
അതായത് സാമൂഹിക നിയന്ത്രണം എന്ന് ഫാമിലിയുടെ സവിശേഷതയായി പറയാനുള്ള കാരണം എന്താണ്? ഒരു കുടുംബത്തിൽ സാമൂഹികവൽക്കരണത്തിലൂടെ അംഗങ്ങളെ സാമൂഹിക മാനദണ്ഡങ്ങൾ, ആചാരങ്ങൾ, സാമൂഹിക പെരുമാറ്റം എന്നിവ പിന്തുടരാൻ പരിശീലിപ്പിക്കുന്നു. അതായത് സോഷ്യൽ റെഗുലേഷൻ ആണ് ഫാമിലി എന്ന് പറയാനുള്ള കാരണം എന്താണ്? സാമൂഹിക നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ഒരു ഘടകമാണ് ഫാമിലി എന്ന് പറയാനുള്ള കാരണം സാമൂഹികവൽക്കരണത്തിലൂടെ അംഗങ്ങളെ സാമൂഹിക മാനദണ്ഡങ്ങൾ, ആചാരങ്ങൾ, സാമൂഹിക പെരുമാറ്റം എന്നിവ പിന്തുടരാൻ എന്ത് ചെയ്യുന്നു? പരിശീലിക്കുന്നു. കൂടാതെ സാമൂഹികവൽക്കരണ പ്രക്രിയ കുടുംബങ്ങൾക്കിടയിലുള്ള പരസ്പര ഇടപെടലും സാമൂഹികമായ നിയമപരമായ നിയന്ത്രണങ്ങളാൽ നയിക്കപ്പെടുന്നു. മാത്രമല്ല സാമൂഹികവൽക്കരണ പ്രക്രിയ കുടുംബങ്ങൾക്കിടയിലുള്ള പരസ്പര ബന്ധവും ഇടപെടലുകളും എങ്ങനെയാണ്? സാമൂഹിക നിയമപരമായിട്ടുള്ള നിയന്ത്രണങ്ങളാൽ നയിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് സോഷ്യൽ റെഗുലേഷൻ എന്ന് പറയാനുള്ള കാരണം. അടുത്ത പോയിന്റാണ് ദ ന്യൂക്ലിയർ ഫാമിലി. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ദ ന്യൂക്ലിയർ ഫാമിലി ഓഫ് ഹസ്ബൻഡ് വൈഫ്, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ദ ന്യൂക്ലിയർ ഫാമിലി ഓഫ് ഹസ്ബൻഡ് wife and their unmarried children grow into a joint family when the children grow up and get married and have their own children. അതായത് ഭാര്യ, ഭർത്താവ്, അവരുടെ അവിവാഹിതരായിട്ടുള്ള കുട്ടികൾ അടങ്ങുന്ന കുടുംബത്തെയാണ് അണുകുടുംബം എന്ന് പറയുന്നത്. പിന്നീട് അവർ വിവാഹിതരാവുകയും സ്വന്തമായി അവരിൽ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് കൂട്ടുകുടുംബമായി മാറുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ വേർപിരിയുകയോ മാതാപിതാക്കൾ മരിക്കുകയോ ചെയ്യുന്നത് വരെ കുടുംബം സംയുക്തമായി തുടരുന്നു. അപ്പോൾ ഒരു ന്യൂക്ലിയർ കുടുംബം ചിലപ്പോൾ ജോയിന്റ് കുടുംബമായി മാറും. അതെങ്ങനെയാണ്? ഒരു ന്യൂക്ലിയർ ഫാമിലി എങ്ങനെ ജോയിന്റ് ഫാമിലി ആയി മാറുക? അച്ഛനും അമ്മയും മക്കളും, അവരുടെ മക്കൾ വിവാഹിതരാകുന്നതോടുകൂടി അവരുടെ മക്കൾ വിവാഹിതരായി അവരിൽ കുട്ടികൾ ജനിക്കുന്നതോടുകൂടി ആ കുടുംബത്തിൻ്റെ വിസ്തീർണം വർദ്ധിച്ചു. അങ്ങനെ അതെന്തായി മാറും? ജോയിന്റ് ഫാമിലി ആയി മാറും. പിന്നീട് ആ മക്കളുടെ അച്ഛനും അമ്മയൊക്കെ, അതായത് ഇപ്പോൾ അച്ഛൻ, അമ്മ, മക്കൾ, ആ മക്കൾ വിവാഹം ചെയ്ത് കുട്ടികളുണ്ടാകും. അപ്പോഴാണ് അത് ജോയിന്റ് ഫാമിലിയിലേക്ക് കടക്കുക. അപ്പോൾ ഈ പേരൻസ് മരണപ്പെടുമ്പോൾ വീണ്ടും ആ മകനും മക്കളും മാത്രം അടങ്ങുന്ന കുടുംബം ഉണ്ടാവുമല്ലോ, അവർ വീണ്ടും എന്തായും മാറും? ന്യൂക്ലിയർ ഫാമിലി ആയി മാറും. അപ്പോൾ ഒരു കുടുംബം ഏതൊക്കെ ദിശയിലൂടെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ആദ്യം ന്യൂക്ലിയർ ആയിരുന്നു, പിന്നീട് ജോയിൻ്റ് ആകുന്നു, പിന്നീട് വീണ്ടും എന്താകുന്നു? ന്യൂക്ലിയർ ആകുന്നു. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ എവിടെ കാണാം എന്നാ പറയുന്നത്? കുടുംബത്തിൽ, ഫാമിലിയിൽ കാണാം. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, എ ഫിക്സഡ് ഓർ കോമൺ ഹാബിറ്റേഷൻ. ഫിക്സഡ് ഓർ കോമൺ ഹാബിറ്റേഷൻ എന്നുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് സ്ഥിരമായോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ. നമുക്കറിയാം, നമ്മുടെ ആവാസം എന്ന് പറഞ്ഞാൽ താമസം എന്ന് പറയുന്നത് ഓരോ കുടുംബവും എപ്പോഴും എങ്ങനെയാണ്? ഫിക്സഡ് ആയിട്ടോ അതല്ലെങ്കിൽ കോമൺ പൊതുവായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് കൈക്കൊള്ളാറുള്ളത്. എവറി ഫാമിലി ഹാസ് ഫിക്സഡ് പ്ലേസ് ഓഫ് ഹാബിറ്റേഷൻ ആൻഡ് മെമ്പേഴ്സ് യൂഷ്വലി ഷെയർ എ കോമൺ റെസിഡൻസ് ഇൻ വിച്ച് ഹസ്ബൻഡ്, വൈഫ്, ദിയർ ചിൽഡ്രൻ ആൻഡ് അതർ റിലേറ്റീവ്സ് ലിവ് ടുഗദർ. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് സ്ഥിരമായതോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഓരോ കുടുംബത്തിലും ഒരു നിശ്ചിത വാസസ്ഥലമുണ്ട്. ഓരോ കുടുംബത്തിനും താമസിക്കാൻ ഒരു വീടുണ്ടായിരിക്കും. അവിടെ ഭാര്യയും ഭർത്താവും അവരുടെ കുട്ടികളും മറ്റ് ബന്ധുക്കളും ഒരുമിച്ച് താമസിക്കുന്ന ഒരു പൊതു വസതി പങ്കിടുന്നു. അതുകൊണ്ടാണ് എ ഫിക്സഡ് ഓർ കോമൺ ഹാബിറ്റേഷൻ എന്ന് പറയുന്നത്. ഫാമിലി എന്ന് പറയുന്നത് ഒരു ഫിക്സഡും ആണ്, അതായത് ഒരു എന്നും നിലനിൽക്കുന്നതുമാണ്, അതേപോലെ തന്നെ സ്ഥിരമായിട്ടുള്ളതുമാണ്, പൊതുവായിട്ടുള്ള ആവാസ വ്യവസ്ഥയാണ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇത്രയും പോയിന്റ് ഞാനിതിൽ പോയിന്റ് എഴുതിയിട്ടുള്ളൂ. ഈ പോയിന്റാണ് ഇമ്പോർട്ടൻറ്റ്. ഈ പോയിന്റ് നിങ്ങൾ പോയിന്റായി എഴുതിയെടുക്കുക, എന്നിട്ട് എക്സ്പ്ലനേഷൻ പഠിക്കുക കേട്ടോ. അടുത്ത ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് ഫാമിലി. എന്തൊക്കെയാണ് ഫാമിലിയുടെ ഫങ്ഷൻസ്? കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ എന്നാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് ഒരു കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? അതായത് അഫെക്ഷണൽ ഫങ്ഷൻ. കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് അഫെക്ഷൻ. എന്താണ് അഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
എഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹപരമായ വികാരപരമായ പ്രവർത്തനം. നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്ന ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കെയറിങ് കിട്ടുക എവിടെ നിന്ന് തന്നെയാണ്? നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അല്ലേ? അതുകൊണ്ടാണ് ഒരു എഫെക്ഷണൽ ഫങ്ഷനാണ് ഫാമിലി എന്ന് പറയാനുള്ള കാരണം. നമ്മൾ വളരെ സങ്കടമായ രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് വൈകാരികമായൊരു നിമിഷത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും അതേപോലെ തന്നെ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും ആരെന്നെ ആയിരിക്കും? കുടുംബമാണ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എഫെക്ഷണൽ ഫങ്ഷൻ എന്ന് പറയാനുള്ള കാരണം. ആൻഡ് കുടുംബത്തിൻ്റെ മറ്റൊരു ഫങ്ഷനാണ് എക്കണോമിക് ഫങ്ഷൻ, സാമ്പത്തികമായ പ്രവർത്തനം. തീർച്ചയായിട്ടും സാമ്പത്തികമായ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ടും നടക്കപ്പെടുന്നത് എവിടെ തന്നെയാണ്? കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അല്ലേ? അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടി തൊഴിൽ ചെയ്യും. ആ തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന അവരുടെ വരുമാനം മക്കൾക്ക് വേണ്ടി ചെലവഴിക്കും. ഒരായുസ് തീരുന്നത് വരെയും അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഒരു എക്കണോമിക് ഫങ്ഷനാണ് ഫാമിലി എന്ന് പറയാനുള്ള കാരണം. ഫാമിലിയുടെ പ്രവർത്തനം ഒരു എക്കണോമിക് ഫങ്ഷനാണ് എന്ന് പറയാനുള്ള കാരണം. അതേപോലെ തന്നെ റീക്രിയേഷണൽ ഫങ്ഷൻ, കുടുംബത്തിൻ്റെ പ്രവർത്തനം ഒരു റീക്രിയേഷനാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഒരു റീക്രിയേഷണൽ ഫങ്ഷൻ, ഒരു വിനോദ അതായത് കുടുംബം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെയധികം സ്നേഹവും സന്തോഷവും ഒക്കെ നൽകുന്നത് നമുക്ക് എവിടെ നിന്ന് തന്നെയാണ്? കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഒരു റീക്രിയേഷണൽ ഫങ്ഷനാണ് എന്ന് പറയാനുള്ള കാരണം. ആൻഡ് ദെൻ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ, അതേപോലെ തന്നെ കുടുംബത്തിൻ്റെ ഫാമിലിയുടെ മറ്റൊരു ഫങ്ഷനാണ് നമുക്ക് എപ്പോഴും സംരക്ഷണം നൽകുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇന്നത്തെ കാലഘട്ടം അല്ല കേട്ടോ, ന്യൂ ജനറേഷനിൽ ചില കുട്ടികൾക്കൊന്നും എവിടെ സംരക്ഷണം ഇല്ല, കുടുംബത്തിൽ സംരക്ഷണം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലായിടത്തും ഒന്നും അങ്ങനെയല്ല. അത് ചില സ്ഥലങ്ങളിൽ മാത്രം 1, 2, 3 പ്രശ്നങ്ങൾ അങ്ങനെ നമുക്ക് കാണപ്പെടാം. എങ്കിലും എപ്പോഴും നമ്മളുടെ ഒരു പെൺകുട്ടികളേനെയാണെങ്കിലും ആൺകുട്ടികളേനെയാണെങ്കിലും കുട്ടികളെ സംബന്ധിച്ച് എപ്പോഴും പ്രൊട്ടക്ഷൻ എവിടെ തന്നെയാണ്? അവരുടെ കുടുംബം തന്നെയാണ് അല്ലേ? അതുകൊണ്ടാണ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയാനുള്ള കാരണം. അടുത്തതാണ് റിലീജിയസ് ഫങ്ഷൻ. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? മതപരമായ പ്രവർത്തനം. നമുക്കറിയാം ഓരോ കുട്ടികളിലും മതപരമായിട്ടുള്ള ചിന്തകളും ആശയങ്ങളും ഒക്കെ ഉടലെടുക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ്? കുടുംബത്തിൽ നിന്നാണ്. മതപരമായ ഫങ്ഷൻ ഒരിക്കലും കൂടിപ്പോകരുത്, അത് മതഭ്രാന്തായി മാറും. എപ്പോഴും ഒരു ആവശ്യത്തിന് നമ്മൾ മൊറാലിറ്റിയിൽ വിശ്വസിക്കുക. നമ്മൾ മതം വിശ്വസിക്കുമ്പോൾ എപ്പോഴും മൊറാലിറ്റിക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്, ധാർമ്മികതയ്ക്ക്. ധാർമ്മിക മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ റിലീജിയസ് ഫെസിലിറ്റികൾ ഫോളോ ചെയ്യാൻ. അതുകൊണ്ട് ഓരോ കുട്ടിയുടെയും മതപരമായ പ്രവർത്തനം എവിടെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും? കുടുംബത്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു കുട്ടിയുടെ ഫാമിലിയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ കുടുംബത്തിൻ്റെ പ്രവർത്തനം ഏതിലുണ്ടാവാൻ കാരണം? റിലീജിയസ് ഫങ്ഷൻ എന്ന് പറയാനുള്ള കാരണം. എഡ്യൂക്കേഷണൽ ഫങ്ഷൻ, അതേ വിദ്യാഭ്യാസ പ്രവർത്തനം. ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി ആദ്യം വിദ്യ അഭ്യസിക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ്? കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അല്ലേ? സ്കൂളിൽ 3 വയസ്സൊക്കെ ആകുമ്പോഴാണ്, 3 or 4 വയസ്സാകുമ്പോൾ നമ്മൾ സ്കൂളിലേക്കൊക്കെ വിടുള്ളൂ. LKG UKG തുടർ പഠനങ്ങൾക്ക് വിടുക. അതിനു മുന്നേ ആ കുട്ടിക്ക് അക്ഷരങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും പദങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതൊക്കെ ആ കുട്ടിയെ സംബന്ധിച്ച് വീട്ടിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസപരമായ പ്രവർത്തനത്തിനും ഏത് സാക്ഷ്യം വഹിക്കുന്നുണ്ട്? ഫാമിലി സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഫാമിലിയുടെ പ്രവർത്തനങ്ങൾ എന്തിലേക്ക് അധിഷ്ഠിതമാണ്? അഫെക്ഷണൽ ഫങ്ഷൻ, എക്കണോമിക് ഫങ്ഷൻ, റീക്രിയേഷണൽ ഫങ്ഷൻ, പ്രൊട്ടക്റ്റീവ്. ഹായ് കുട്ടികളെ, നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫങ്ഷൻസ് ഓഫ് ഫാമിലിയാണ്. അതിലെ മറ്റു കുറച്ച് ഫങ്ഷൻസിലേക്കും കൂടി കടക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് ഫാമിലി. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് ഫാമിലിയുടെ ഫങ്ഷൻസ് എന്ന് നോക്കുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ഏതൊക്കെ? അഫെക്ഷണൽ ഫങ്ഷൻ, എക്കണോമിക് ഫങ്ഷൻ, റീക്രിയേഷണൽ ഫങ്ഷൻ, പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ, റിലീജിയസ് ഫങ്ഷൻ, അതേപോലെ തന്നെ പിന്നെ ഏതാണ്? എഡ്യൂക്കേഷണൽ ഫങ്ഷൻ. അങ്ങനെ 6 ഫങ്ഷൻസ് ടീച്ചർ പറഞ്ഞു തന്നതാണ്. ഇനി അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാനുള്ളതാണ്. ഏതാ നോക്കൂ? സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെക്സ് നീഡ്സ് ഓർ ബയോളജിക്കൽ ഫങ്ഷൻ. അതായത് അടുത്ത ഫങ്ഷനാണ് കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങൾ അഥവാ തരങ്ങൾ എന്ന് പറയുമ്പോൾ അടുത്തത് കുടുംബം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെക്സ് നീഡ്സ് ഓർ ബയോളജിക്കൽ ഫങ്ഷൻ. അതായത്
ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സെക്സ്വൽ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ജൈവിക ധർമ്മങ്ങളുടെ സംതൃപ്തി എന്ന് പറയും. അതായത് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ബയോളജിക്കൽ ഫങ്ഷൻ ഓഫ് ഫാമിലി ഇസ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെക്സ്വൽ ഡിസയർ ഇൻ എ ഗ്രേറ്റർ ഡിഗ്രി ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇൻ ആൻ ഓർഡർലി ആൻഡ് സൊസൈറ്റി അപ്രൂവ്ഡ് മാനർ. അതായത് ഈ ഒരു ഫങ്ഷൻ സെക്സ്വൽ സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെക്സ്വൽ നീഡ്സ് ഓർ ബയോളജിക്കൽ ഫങ്ഷനിൽ എന്താണ് പറയുന്നത്? അതായത് കുടുംബത്തിൻ്റെ പ്രധാനവുമായ ജൈവിക ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഒരു കുടുംബത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സെക്സ്വൽ റിലേഷനാണ്. മാത്രമല്ല അത് കൂടുതൽ സാമൂഹികവും അംഗീകരിക്കപ്പെട്ടതുമായ രീതിയിലായിരിക്കണം അത് നിലനിർത്തേണ്ടത്, തൃപ്തിപ്പെടുത്തേണ്ടത്. അപ്പോൾ ഒരു ഫാമിലിയുടെ പ്രധാനപ്പെട്ട ഫങ്ഷനാണ് എന്ത്? സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെക്സ്വൽ നീഡ്സ് ഓർ ബയോളജിക്കൽ ഫങ്ഷൻ. അതായത് നമുക്കറിയാം ഏതൊരു ഫാമിലിയുടെയും പ്രധാന ഘടകമായിട്ടാണ് ഏതിനെ കണക്കാക്കുന്നത്? ഭാര്യ ഭർത്താവ് ബന്ധത്തെ കണക്കാക്കുന്നത്. അത് സമൂഹം അംഗീകരിക്കപ്പെട്ടതും അതേപോലെ തന്നെ നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു ഘടകമാണ് എന്നാണ് അവിടെ പറയുന്നത്. അടുത്ത പോയിന്റ് ആയിരുന്നു പ്രൊഡക്ഷൻ ആൻഡ് റിയറിംഗ് ഓഫ് ചിൽഡ്രൻ. അതേപോലെ തന്നെ കുടുംബത്തിന്റെ മറ്റൊരു പ്രവർത്തനമാണ് കുട്ടികളുടെ ഉൽപാദനവും വളർത്തലും. പ്രൊഡക്ഷൻ ആൻഡ് റിയറിംഗ് ഓഫ് ചിൽഡ്രൻ, ഉൽപാദനവും അതേപോലെ തന്നെ അവരെ എന്ത് ചെയ്യുക? വളർത്തൽ, റിയറിംഗ് ഓഫ് ചിൽഡ്രൻ. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബയോളജിക്കൽ ഫങ്ഷൻ ഓഫ് ഫാമിലി ഈസ് procreation. Family is an institution par excellence for rearing of children and get a new generation which inherits the family legacy. അതായത് അപ്പോൾ സെക്കൻഡ് പോയിന്റ് ആണ് പ്രൊഡക്ഷൻ ആൻഡ് റിയറിംഗ് ഓഫ് ചിൽഡ്രൻ. പ്രൊഡക്ഷൻ ആൻഡ് റിയറിംഗ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ കുട്ടികളെ ഉൽപാദനവും വളർത്തലും കുടുംബത്തിന്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ബയോളജിക്കൽ ഫങ്ഷൻ ആണ് ഏത്? പ്രൊഡക്ഷൻ ആൻഡ് റിയറിംഗ് ഓഫ് ചിൽഡ്രൻ. മാത്രമല്ല പ്രത്യുൽപാദനമാണ് കുട്ടികളെ വളർത്തുന്നതിന് കുടുംബം ഒരു മികച്ച സ്ഥാപനമാണ്. മാത്രമല്ല അത് നമുക്കറിയാം കുട്ടികളെ നന്നായിട്ട് നല്ല രീതിയിൽ വളർത്തുന്നത് എവിടെ മാത്രമേ സാധിക്കൂ? കുടുംബത്തിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബയോളജിക്കൽ ഫങ്ഷനാണ് എന്ത്? കുട്ടികളുടെ ഉൽപാദനവും വളർത്തലും. മാത്രമല്ല കുടുംബത്തിലൂടെ മാത്രമേ നമുക്ക് കുട്ടികളെ നന്നായി കെയറിങ് ഒക്കെ ചെയ്ത് അവരെ വളർത്താൻ സാധിക്കുള്ളൂ. കുടുംബം പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ എന്തിനും കഴിയും? ഗെറ്റ് എ ന്യൂ ജനറേഷൻ വിച്ച് ഇൻഹെറിറ്റ് ദ ഫാമിലി ലെഗസി. അതേപോലെ തന്നെ കുടുംബ പാരമ്പര്യം നിലനിർത്തപ്പെടുന്ന ഒരു പുതുതലമുറയെ സൃഷ്ടിക്കുന്നതിനും ഏതിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത്? ഈ ഒരു കുട്ടികളുടെ വളർത്തലിലൂടെ സാധിക്കും. അതുകൊണ്ടാണ് കുടുംബം എന്തിൻ്റെ പ്രവർത്തനമാണ് എന്ന് പറയാനുള്ള കാരണം പ്രൊഡക്ഷൻ ആൻഡ് റിയറിംഗ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയാനുള്ള കാരണം. അടുത്ത പോയിന്റാണ് പ്രൊവിഷൻ ഓഫ് ഹോം ആൻഡ് മിനിമം ബേസിക് ഫെസിലിറ്റി ഓർ എക്കണോമിക് ഫങ്ഷൻ. അതായത് അടിസ്ഥാന സൗകര്യങ്ങളും അതേപോലെ അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങളും സാമ്പത്തിക പ്രവർത്തനവും നടക്കുന്നതും എവിടെ തന്നെയാണ്? കുടുംബത്തിലാണ്. പ്രൊവിഷൻ ഓഫ് ഹോം ആൻഡ് മിനിമം ഫെസിലിറ്റീസ്. അതായത് നമുക്കറിയാം ഒരു ഹോം ഫെസിലിറ്റികളും അടിസ്ഥാന സൗകര്യങ്ങളും സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ നിലനിൽക്കുന്നത് എവിടെ തന്നെയാണ്? കുടുംബത്തിലാണ്. അപ്പോൾ കുടുംബാംഗങ്ങൾക്കിടയിൽ എന്താ പറയുന്നത്? ഫാമിലി ഫുൾഫിൽ ഹോം ബേസിക് ഫെസിലിറ്റി ആൻഡ് നീഡ്സ് ഓഫ് ഈസ് മെമ്പേഴ്സ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ബൈ പ്രൊവൈഡിങ് ദം ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ. അതായത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ നൽകിക്കൊണ്ട് ഒരു പരിധി വരെ ചില അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യങ്ങളും നിറവേറ്റുന്നത് എവിടെയാണ്? കുടുംബത്തിലൂടെയാണ്. അപ്പം അത്യാവശ്യം വേണ്ട ബേസിക് നീഡ്സുകളും അതേപോലെ തന്നെ എക്കണോമിക് ഫങ്ഷനൊക്കെ നിലനിൽക്കുന്നത് എവിടെയാണ്? കുടുംബത്തിലാണ്. അതുകൊണ്ടാണ് പ്രൊവിഷൻ ഓഫ് ഹോം ആൻഡ് മിനിമം ബേസിക് ഫെസിലിറ്റി ഓർ എക്കണോമിക് ഫങ്ഷൻ എന്ന് പറയാനുള്ള കാരണം. അടുത്ത പോയിന്റാണ്, നാലാമത്തെ പോയിന്റാണ് ഗിവിംഗ് ലവ് ആൻഡ് സിമ്പതി ഓർ സൈക്കോളജിക്കൽ ഫങ്ഷൻ. സ്നേഹവും സഹാനുഭൂതിയും നൽകുക. സ്നേഹം അതേപോലെ തന്നെ ലവ് ആൻഡ് സിമ്പതി
സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ കിട്ടുന്നതിൽ എവിടെ നിന്നാണ് ലഭിക്കുക? കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സ്നേഹവും സഹാനുഭൂതിയും നൽകുക അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ പ്രവർത്തനം, ഒരു സൈക്കോളജിക്കൽ ഫങ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെ നിന്ന് തന്നെയാണ്? ഫാമിലിയിൽ നിന്നാണ്. ഗിവിങ് ലവ് ആൻഡ് സിമ്പതി ഓർ സൈക്കോളജിക്കൽ ഫങ്ഷൻ. അപ്പോൾ കുടുംബത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് all members of family are supposed to provide each other emotional support, sympathetic and caring attitude, stability and security of its members. അതായത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും പരസ്പരം വൈകാരികമായ പിന്തുണയും സഹാനുഭൂതിയും കരുതലും നിറഞ്ഞ മനോഭാവം, അതേപോലെ തന്നെ സ്നേഹവും വാത്സല്യവും ഒക്കെ ആഗ്രഹിക്കും. അതുകൊണ്ട് ഭർത്താവും ഭാര്യയും പരസ്പരം സ്നേഹം ആഗ്രഹിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് പ്രായമായവരോട് സ്നേഹവും വാത്സല്യവും അങ്ങനെ എല്ലാ വിധത്തിലുള്ള ലവ് ഫീലിങ്ങും സിമ്പത്തിയും ഒക്കെ എവിടെയാണ് ഉണ്ടാവുക എന്നാ പറയുന്നത്? കുടുംബത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓൾ മെമ്പേഴ്സ് ഫാമിലി ആർ സപ്പോസ്ഡ് ടു പ്രൊവൈഡ് ഈച്ച് അതർ ഇമോഷണൽ സപ്പോർട്ട്, sympathetic and caring attitude, stability and security of its members. For example, children require love and affection from their parents. Husband and wife want love from each other. Love and affection to the elderly from the family members and so on. അപ്പോൾ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അറിയിക്കപ്പെടുന്ന രീതിയിലുള്ള സ്നേഹവും സിമ്പതിയും ഒക്കെ ഇവിടുന്ന് കിട്ടുകയാണ്, കുടുംബത്തിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ അത് പുറത്തുനിന്നല്ല. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹമായാലും അതേപോലെ തന്നെ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള സ്നേഹമായാലും പ്രായമായവരായുള്ളവർക്ക് എൽഡർലി ഫാമിലി പ്രായമായവർക്ക് നമ്മുടെ വീട്ടിൽ മുത്തശ്ശിയൊക്കെ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ വേണ്ട പരിചരണവും സ്നേഹവും ഒക്കെ അതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് കുടുംബം എന്ത് നൽകുന്ന ഘടകമാണ് എന്ന് പറയുന്നത്? ഗിവിങ് ലവ് ആൻഡ് സിമ്പതി ഓർ സൈക്കോളജിക്കൽ ഫങ്ഷൻ. നമുക്ക് സ്നേഹവും സിമ്പതിയും നൽകുന്ന ഒരു ഘടകമാണ് കുടുംബം എന്ന് പറയാനുള്ള കാരണം. അടുത്ത പോയിന്റാണ്, അഞ്ചാമത്തെ പോയിന്റാണ് സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം. അതായത് കുടുംബത്തിന്റെ മറ്റൊരു പ്രധാന ഘടകമാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ഫാമിലി ഈസ് സോഷ്യലൈസേഷൻ. ത്രൂ ദ ഫാമിലി എ ചൈൽഡ് ഈസ് ഏബിൾ ടു ലേൺ ലാംഗ്വേജ്, കസ്റ്റംസ്, ട്രഡീഷൻ, etiquette, norms and value, belief and social role of the society. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? സാമൂഹ്യവൽക്കരണത്തിലെ കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം സാമൂഹ്യവൽക്കരണമാണ്. മാത്രമല്ല ഒരു കുട്ടിക്ക് ഭാഷ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, മര്യാദകൾ, മാനദണ്ഡങ്ങൾ, സമൂഹത്തിന്റെ മൂല്യം, വിശ്വാസങ്ങൾ, സാമൂഹിക റോളുകൾ എന്നിവയൊക്കെ പഠിക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ വളർച്ചാഘട്ടത്തിൽ ആ കുട്ടിയുടെ ഭാഷയായാലും ആ കുട്ടി സ്വീകരിച്ച ആചാരങ്ങളായാലും പാരമ്പര്യങ്ങളായാലും മര്യാദകളായാലും മാനദണ്ഡങ്ങളായാലും മറ്റു സമൂഹത്തിന്റെ മൂല്യങ്ങളായാലും വിശ്വാസങ്ങളായാലും അതൊക്കെ ആ കുട്ടിക്ക് എവിടെ നിന്നാണ് പ്രദാനം ചെയ്യപ്പെടുന്നത്? കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് സാമൂഹ്യവൽക്കരണം കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് പറയാനുള്ള കാരണം. ഇപ്പൊ സോഷ്യലൈസേഷൻ എന്നത് ഫാമിലിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? കുടുംബത്തിലെ ഏറ്റവും പ്രധാന ധർമ്മം എന്ന് പറയുന്നത് സാമൂഹ്യവൽക്കരണമാണ്. മാത്രമല്ല ഓരോ കുട്ടികളുടെയും ഭാഷയും ആചാരങ്ങളും പാരമ്പര്യങ്ങളും മര്യാദകളും മാനദണ്ഡങ്ങളും വിശ്വാസങ്ങളും ഇതൊക്കെ ഒരു കുട്ടിക്ക് ഉടലെടുക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് സോഷ്യലൈസേഷൻ സാമൂഹ്യവൽക്കരണം നടത്തപ്പെടുന്ന ഒരു പ്രധാന ഘടകമാണ് കുടുംബം എന്ന് പറയാനുള്ള കാരണം. കൂടാതെ it is the family that socialize the new generation and transmit the moral ideas of group to its members. പുതിയ തലമുറയെ സാമൂഹ്യവൽക്കരിക്കുകയും ധാർമ്മിക ആശയങ്ങൾ അതിലെ അംഗങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുന്നത് കുടുംബമാണ്. അതേപോലെ തന്നെ പുതിയ തലമുറയെ ധാർമ്മികവൽക്കരിക്കുന്നതിനും പുതിയ ആശയങ്ങൾ അംഗങ്ങളിലേക്ക് കൈമാറാൻ സാധിക്കുന്നതൊക്കെ ചെയ്യുന്നത് എവിടെയാണ്? കുടുംബത്തിലാണ്. അതുകൊണ്ടാണ് കുടുംബം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യവൽക്കരണ ഏജൻസിയാണ് എന്ന് പറയാനുള്ള കാരണം. അടുത്ത പോയിന്റാണ് പ്രൊട്ടക്ഷൻ ഓഫ് യങ്. അതായത് യങ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ചെറുപ്രായക്കാർ അല്ലെ, ചെറുപ്രായക്കാരെയാണ് നമ്മൾ യങ് എന്ന് പറയുക. അപ്പൊ ചെറുപ്രായക്കാരുടെ പ്രൊട്ടക്ഷൻ, സംരക്ഷണവും എവിടെ നിന്നാണ് ലഭിക്കുക? കുടുംബത്തിൽ നിന്നാണ്. പ്രൊട്ടക്ഷൻ ഓഫ് യങ്. The essential function of family is to protect and give physical care to every member of foreignly right from the newborn baby to the elderly without their facing any risk and danger. അതായത് കുട്ടികളുടെ സംരക്ഷണം, യങ്ങേഴ്സിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് കുടുംബത്തിന്റെ പ്രധാന ധർമ്മമാണ്. ഒരു നവജാത ശിശു മുതൽ the essential function of family is to protect and give physical care to every member foreignly right from the newborn baby. newborn baby പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ നവജാത ശിശു മുതൽ ഏകദേശം നമുക്ക് പ്രായപൂർത്തിയാകുന്നത് വരെയും നമ്മളുടെ എല്ലാവിധ സംരക്ഷണവും എവിടെയാണ് നിലനിൽക്കുന്നത്? കുടുംബത്തിലാണ്. അത് മാത്രല്ല എല്ലാ അംഗങ്ങളുടെയും എല്ലാ അംഗങ്ങളും നമ്മളെ അതായത് ഇത്തരം പ്രായക്കാരേനെ ചെറിയ ശിശു മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെയുള്ളവരെ സംരക്ഷിക്കുകയും ഒരു അപകടവും വരാതെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല ഫിസിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പരിചരണം പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ ഓഫ് യങ് എന്ന് പറയാനുള്ള കാരണം. പ്രൊട്ടക്ഷൻ ഓഫ് യങ് എന്ന് പറയുമ്പോൾ പ്രായം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു ന്യൂ ബോൺ ബേബി, ഇന്ന് ജനിച്ച കുട്ടി മുതൽ ഏകദേശം പ്രായപൂർത്തിയാകാൻ പോകുന്ന ഒരു കുട്ടി വരെയുള്ള ആ ഏജില് ആ കുട്ടിക്ക് വേണ്ട മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ആ കുട്ടിക്ക് കിട്ടുക എവിടെ നിന്നായിരിക്കണം? കുടുംബത്തിൽ നിന്നായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ പോയിന്റ്സുകൾ ഇതൊക്കെയാണ് കുടുംബത്തിന്റെ പ്രധാന ഫങ്ഷൻസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഫാമിലി എന്താ നോക്കാം. അതായത് ഫാമിലിയുടെ തരങ്ങൾ എന്തൊക്കെയാണ്? ടൈപ്സ് ഓഫ് ഫാമിലി. ടൈപ്സ് ഓഫ് ഫാമിലി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് കുടുംബത്തിന്റെ തരങ്ങൾ? 2 തരത്തിലാണ് കുടുംബം നിലനിൽക്കുന്നത്. ന്യൂക്ലിയർ ആൻഡ് ജോയിന്റ് ഫാമിലി. ടൈപ്സ് ഓഫ് ഫാമിലി എന്ന് പറയുമ്പോൾ കുടുംബം 2 തരമാണ് അവിടെ കാണിക്കപ്പെടുന്നത്. ന്യൂക്ലിയർ ആൻഡ് ജോയിന്റ് ഫാമിലി. അപ്പൊ അതിൽ എന്താണ് ന്യൂക്ലിയർ ഫാമിലി എന്നും എന്താണ് ജോയിന്റ് ഫാമിലി എന്നും നമുക്ക് നോക്കാം. അപ്പൊ നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കുക. The above definition of the nuclear and the joint family are limited in the sense that they do not say anything more than the compositional aspect of family. കുടുംബത്തിന്റെ ഘടനാപരമായ വശം എന്നതിനപ്പുറം മറ്റൊന്നും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം ന്യൂക്ലിയർ ജോയിന്റ് കുടുംബങ്ങളിൽ വളരെയധികം പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത്. ദ എബവ് ഡിസ്റ്റിങ്ഷൻ, അപ്പൊ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ, the above distinction of the nuclear and the joint family are limited in the sense that they do not say anything more than compositional aspect of family. അതായത് ന്യൂക്ലിയർ ഫാമിലി ആയാലും ജോയിന്റ് ഫാമിലി ആയാലും നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഘടകമായിട്ടാണ് അതിനെ ഈ 2 കാര്യങ്ങളെയും വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആയിട്ടാണ് കുടുംബത്തിൽ അതിനെ കണക്കാക്കുന്നത്. പിന്നെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? when we look at the wide variation through time in pattern of family living based on region, caste and class in India, we find that the nuclear and the joint family organization cannot be viewed as 2 distinct, isolated and independent units but as a continuum of something interrelated in a development cycle. അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രദേശം, മതം, ജാതി, വർഗം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കുടുംബജീവിതങ്ങളിലെ കാലക്രമേണയുള്ള വിശാലമായ വ്യതിയാനങ്ങൾ പരിശോധിക്കുമ്പോൾ ന്യൂക്ലിയർ ജോയിന്റ് ഫാമിലി ഈ 2 ഫാമിലികളും 2 വ്യത്യസ്തവും ഒറ്റപ്പെട്ടതും സ്വതന്ത്രമായ യൂണിറ്റുകളായി കാണാൻ കഴിയില്ല. മറിച്ച് തുടർച്ചയായി ഒരു വികസന ചക്രത്തിൽ പരസ്പര ബന്ധിതമായി ഒന്നായി കാണാൻ കഴിയും. അപ്പൊ ഒരിക്കലും ന്യൂക്ലിയർ ഫാമിലിയെയും ജോയിന്റ് ഫാമിലിയെയും വ്യത്യസ്തമായിട്ട് കാണാൻ കഴിയില്ല. അവയെ എന്തായിട്ട് കാണാനേ സാധിക്കുള്ളൂ? തുടർച്ചയായി
തുടർച്ചയായി വികസന ചക്രത്തിന്റെ പരസ്പര ബന്ധിതമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ന്യൂക്ലിയർ ആൻഡ് ജോയിന്റ് ഫാമിലി ഉണ്ടാവാനുള്ള കാരണം when we look at the wide variation through time in pattern of family living, അതായത് family living based on region, caste and class in India, we find that the nuclear and the joint family, അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയിലെ പ്രദേശം, മതം, ജാതി, വർഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള കുടുംബ ജീവിത രീതികളിലെ കാലക്രമേണ ഉള്ള വിശാലമായ വ്യതിയാനങ്ങളാണ് ഏത് രണ്ടും, ന്യൂക്ലിയർ ആൻഡ് ജോയിന്റ് ഫാമിലി. ഇന്ത്യയിലെ പ്രാദേശികമായിട്ടും ജാതിപരമായിട്ടും ക്ലാസ് പരമായിട്ടും ഉള്ള അപ്പൊ ജാതി, മതം, വർഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള കാലക്രമേണയുള്ള ഒരു വിശാലമായ വ്യതിയാനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, ന്യൂക്ലിയർ ഫാമിലിയെയും ജോയിന്റ് ഫാമിലിയെയും കണക്കാക്കുന്നത്. എന്നാൽ മാത്രല്ല പക്ഷേ ഈ ന്യൂക്ലിയർ ആൻഡ് ജോയിന്റ് ഫാമിലി രണ്ട് വ്യത്യസ്ത ഘടകങ്ങളാണെങ്കിലും ഇവയെ ഒറ്റപ്പെട്ടതും സ്വതന്ത്രമായ യൂണിറ്റുകളായി കാണാൻ കഴിയില്ല. രണ്ട് വ്യത്യസ്ത ഘടകങ്ങളാണ്. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ അണുകുടുംബം, അച്ഛൻ, അമ്മ, മക്കൾ എന്നിവ മാത്രം അടങ്ങുന്നതിനെയാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുക. ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് മെമ്പേഴ്സ് ഇൻവോൾവഡ് ആയിട്ടുള്ള ഫാമിലിയാണ് ജോയിന്റ് ഫാമിലി എന്ന് പറയുക. പക്ഷെ ഇവയെ രണ്ടിനെയും നമുക്ക് ഒരിക്കലും എങ്ങനെ കാണാൻ, ഒറ്റപ്പെട്ടതായിട്ട്, ഐസോലേറ്റഡ് ആയിട്ട്, അതായത് ഐസോലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒറ്റപ്പെട്ടതായിട്ട് ഒരിക്കലും ഇവയെ രണ്ടിനെയും കണക്കാക്കാൻ സാധിക്കില്ല. അപ്പൊ രണ്ടും വ്യത്യസ്തമാണെങ്കിൽ പോലും ഒറ്റപ്പെട്ടവും സ്വതന്ത്രമായ യൂണിറ്റുകളായി കാണാൻ കഴിയില്ല. ന്യൂക്ലിയർ ഫാമിലിയെയും ജോയിന്റ് ഫാമിലിയെയും ഒരിക്കലും ഐസോലേറ്റഡ് ആയിട്ടോ ഐസോലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, സ്വതന്ത്രമായിട്ടോ ഇൻഡിപെൻഡന്റ് ആയിട്ടോ ഒറ്റപ്പെട്ടതായിട്ടോ സ്വതന്ത്രമായിട്ടോ ഒരിക്കലും ഏതിനെ കാണാൻ കഴിയില്ല, ന്യൂക്ലിയർ ഫാമിലിയെയും ജോയിന്റ് ഫാമിലിയെയും കാണാൻ സാധിക്കില്ല. രണ്ടും പരസ്പരം എങ്ങനെയാണ് വളരെയധികം ബന്ധം പുലർത്തുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത്. ന്യൂക്ലിയർ ഫാമിലി എന്താന്ന് നിങ്ങൾക്ക് അറിയാം. ന്യൂക്ലിയർ ഫാമിലി ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര എഴുതണ്ടുള്ളൂ, ഫാദർ, മദർ ആൻഡ് അൺമാരീഡ് വിവാഹം കഴിയാത്ത മക്കൾ എന്നിവരടങ്ങുന്നതിനെയാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുക. ജോയിന്റ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് മെമ്പേഴ്സ് ഇൻവോൾവഡ് ആയതിനെയാണ് നമ്മൾ ജോയിന്റ് ഫാമിലി എന്ന് പറയുക. പിന്നെ ജോയിന്റ് ഫാമിലിയും ന്യൂക്ലിയർ ഫാമിലിയും ഒരിക്കലും ഐസോലേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ടും കാണാൻ സാധിക്കില്ല, സ്വതന്ത്രമായിട്ടും കാണാൻ സാധിക്കില്ല, ഒറ്റപ്പെട്ടതായിട്ടും കാണാൻ സാധിക്കില്ല. ഇവ രണ്ടും പരസ്പരം എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ആൻഡ് ജോയിന്റ് ഫാമിലിയുടെ കണ്ടിന്യൂഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക്, തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ദ കണ്ടിന്യൂം ഓഫ് ന്യൂക്ലിയർ ആൻഡ് ജോയിന്റ് ഫാമിലി സിസ്റ്റം. അതായത് ന്യൂക്ലിയർ ആൻഡ് ജോയിന്റ് ഫാമിലിയുടെ കണ്ടിന്യൂഷൻ, തുടർച്ചയെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഇൻവോൾവഡ് ആയിട്ട് വരുന്നത് ന്യൂക്ലിയർ ഫാമിലിയെ കുറിച്ചാണ്. ആ ന്യൂക്ലിയർ ഫാമിലിയിലെ ആളുകളുടെ എണ്ണം കൂടുമ്പോഴാണ് അത് എന്തായി മാറുക, ജോയിന്റ് ഫാമിലി ആവുക. അപ്പൊ നമുക്ക് എന്താണ് കണ്ടിന്യൂം ഓഫ് ന്യൂക്ലിയർ ആൻഡ് ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിലെ ന്യൂക്ലിയർ ഫാമിലിയുടെ കണ്ടിന്യൂം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ന്യൂക്ലിയർ ഫാമിലി. എന്താണ് ന്യൂക്ലിയർ ഫാമിലി ആൻഡ് ജോയിന്റ് ഫാമിലിയുടെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്, തുടർച്ചയാണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ന്യൂക്ലിയർ ഫാമിലി. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ ഫാമിലി റെഫേഴ്സ് ടു എ കപ്പിൾ വിത്ത് ഓർ വിത്തൗട്ട് ചിൽഡ്രൻ. കുട്ടികൾ ഉള്ളതോ ഇല്ലാത്തതോ ആയ കപ്പിൾസിനെയാണ് കപ്പിൾ എന്ന് പറഞ്ഞാൽ ദമ്പതികളെയാണ് എന്ത് പറയുക, ന്യൂക്ലിയർ കുടുംബം എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫാമിലി റെഫേഴ്സ് ടു എ കപ്പിൾ വിത്ത് ഓർ വിത്തൗട്ട് ചിൽഡ്രൻ. കുട്ടികൾ ഉള്ളതോ ഇല്ലാത്തതോ ആയ കപ്പിൾസിനെയാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റാണ് സപ്ലിമെന്റഡ് ന്യൂക്ലിയർ ഫാമിലി. എന്താണ് സപ്ലിമെന്റഡ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ അനുബന്ധ അണുകുടുംബം എന്ന് പറയും. സപ്ലിമെന്റഡ് ന്യൂക്ലിയർ ഫാമിലി. Supplemental nuclear family indicate a nuclear family plus one or more unmarried
separated or widowed relatives of the parents other than their unmarried children. അതായത് സപ്ലിമെന്റഡ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ, അതായത് അനുബന്ധ അണുകുടുംബം എന്നത് അണുകുടുംബത്തിൻ്റെയും മാതാപിതാക്കളുടെയും അവിവാഹിതരായിട്ടുള്ള കുട്ടികൾ, അതായത് ഇൻഡിക്കേറ്റ് ന്യൂക്ലിയർ ഫാമിലി പ്ലസ് വൺ ഓർ മോർ അൺമാരീഡ് സെപ്പറേറ്റഡ് ഓർ വിഡോവ്ഡ് റിലേറ്റീവ് ഓഫ് ദ പേരൻസ് അതർ ദാൻ ദിയർ അൺമാരീഡ് ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. അനുബന്ധ അണുകുടുംബം എന്ന് പറയുമ്പോൾ, അതായത് അണുകുടുംബത്തെയും മാതാപിതാക്കളുടെ അവിവാഹിതരായ കുട്ടികൾ ഒഴികെയുള്ള ഒന്നോ അതിലധികമോ അവിവാഹിതർ, വേർപിരിഞ്ഞവർ അല്ലെങ്കിൽ വിധവകളായ ബന്ധുക്കളുടെയും സൂചിപ്പിക്കുന്നതിനെയാണ് സപ്ലിമെന്റഡ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. The supplemental nuclear family indicate a nuclear family plus one or more unmarried, separated or widowed relative of the parents other than their unmarried children. അതായത് ഇവിടെ ഇത്തരത്തിലുള്ള അനുബന്ധ അണുകുടുംബം എന്നത് ഒരു അണുകുടുംബത്തെയും മാതാപിതാക്കളുടെ അവിവാഹിതരായ കുട്ടികൾ ഒഴികെയുള്ള ഒന്നോ അതിലധികമോ അവിവാഹിതരെ, വേർപിരിഞ്ഞവർ അല്ലെങ്കിൽ വിധവകളായ ബന്ധുക്കളെയും സൂചിപ്പിക്കുന്നതിനെയാണ് സപ്ലിമെന്റഡ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. ഇനി സബ് ന്യൂക്ലിയർ ഫാമിലി, അടുത്തതാണ് സബ് ന്യൂക്ലിയർ ഫാമിലി. എന്താണ്? ന്യൂക്ലിയർ ഫാമിലിയുടെ കണ്ടിന്യൂഷനിലെ മൂന്നാമത്തെ പോയിന്റാണ്, തേർഡ് പോയിന്റാണ് സബ് ന്യൂക്ലിയർ ഫാമിലി. സബ് ന്യൂക്ലിയർ ഫാമിലി ഈസ് ഐഡന്റിഫൈഡ് ആസ് എ ഫ്രാഗ്മെന്റ് ഓഫ് എ ഫോർമർ ന്യൂക്ലിയർ ഫാമിലി. ഫോർ ഇൻസ്റ്റൻസ്, എ widower with her his unmarried children or siblings ലിവിങ് ടുഗദർ. അപ്പോൾ സബ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ, അതായത് ഉപ അണുകുടുംബങ്ങൾ, അതായത് ഉപ അണുകുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും? സബ് ന്യൂക്ലിയർ ഫാമിലി ഉപ അണുകുടുംബങ്ങൾ മുൻ അണുകുടുംബത്തിന്റെ ഒരു ഭാഗമായി തിരിച്ചറിയുന്നു. ഈസ് ഐഡന്റിഫൈഡ് ആസ് എ ഫ്രാഗ്മെന്റ് ഓഫ് എ ഫോർമർ ന്യൂക്ലിയർ ഫാമിലി. അതായത് ഉപ അണുകുടുംബത്തിന്റെ മുൻ അണുകുടുംബത്തിന്റെ ഒരു ഭാഗമായി തിരിച്ചറിയുന്നു. ഉദാഹരണത്തിന് ഒരു വിധവ, അവിവാഹിതരായ കുട്ടികളോ സഹോദരങ്ങളോ, അതേപോലെ തന്നെ അവിവാഹിതരോ വിധവകളോ വേർപിരിഞ്ഞവരോ വിവാഹമോചിതരോ ആയ ആളുകളൊക്കെ ഒന്നിച്ച് താമസിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സബ് ന്യൂക്ലിയർ ഫാമിലി. അതായത് അച്ഛൻ, അമ്മ, മക്കൾ, ആ മക്കളേനെ വിവാഹം ചെയ്ത് കൊടുത്തതിന് ശേഷവും അവർ ഡൈവേഴ്സ് ചെയ്തിട്ടോ വിവാഹമോചിതരായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവും ആ വിവാഹം കഴിച്ചയച്ച മകളുടെ ഭർത്താവോ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അവർ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ന്യൂക്ലിയർ ഫാമിലിയാണ് സബ് ന്യൂക്ലിയർ ഫാമിലി. അതായത് അച്ഛൻ, അമ്മ, മക്കൾ, ആ മക്കളെ വിവാഹം ചെയ്ത് അയച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ ആ വിവാഹം സക്സസ്ഫുള്ളി ആവാതെ അവർ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വന്ന അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഒപ്പം താമസിക്കുമ്പോഴാണ് അതെന്തായി മാറുന്നത്? സബ് ന്യൂക്ലിയർ ഫാമിലി. അടുത്ത പോയിന്റാണ് സിംഗിൾ പേഴ്സൺ ഹൗസ് ഹോൾഡ്. എന്താ സിംഗിൾ പേഴ്സൺ ഹൗസ് ഹോൾഡ് പറഞ്ഞാൽ? ഏക വ്യക്തി കുടുംബം, ഒരാൾ മാത്രം ഒറ്റയ്ക്ക് താമസിക്കുന്നതിനെയാണ് എന്ത് പറയുക? സിംഗിൾ പേഴ്സൺ ഹൗസ് ഹോൾഡ്. അടുത്തതാണ് സപ്ലിമെന്റഡ് സബ് ന്യൂക്ലിയർ ഫാമിലി. സപ്ലിമെന്റഡ് സബ് ന്യൂക്ലിയർ ഫാമിലി എന്താണ്? സപ്ലിമെന്റഡ് സബ് ന്യൂക്ലിയർ ഫാമിലി എന്താന്ന് ഞാൻ പറഞ്ഞു തന്നു. അതായത് അച്ഛനും അമ്മയും മക്കളും മക്കളെ വിവാഹം ചെയ്ത് അയച്ചിട്ടും അവർ വീണ്ടും വീട്ടിൽ തിരിച്ചു വന്ന് താമസിക്കുമ്പോഴാണ് അതെന്താവുക? സബ് ന്യൂക്ലിയർ ഫാമിലി ആവുക. ഇനി സപ്ലിമെന്റഡ് സബ് ന്യൂക്ലിയർ ഫാമിലി അറിയുമ്പോൾ എന്താണ്? അതായത് refers to a group of relatives members of a formerly complete nuclear family along with some other unmarried, divorced or widowed relative who was not a member of the nuclear family. For instance, a widow and her unmarried children may be living together with her widowed mother-in-law. In the Indian context, it is easy to find all these types of family. However, in terms of social norms and values, these types relation to the joint family system. അപ്പോൾ സപ്ലിമെന്റഡ്
സബ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സപ്ലിമെന്റൽ സബ് ന്യൂക്ലിയർ കുടുംബം എന്നത് ബന്ധുക്കളുടെ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നു. മുമ്പ് പൂർണ്ണമായ ഒരു ന്യൂക്ലിയർ കുടുംബത്തിലെ അംഗങ്ങളും അണുകുടുംബത്തിലെ അംഗമല്ലാത്ത മറ്റ് അവിവാഹിതരോ വിവാഹമോചിതരോ വിധവകളോ ആയ ബന്ധുക്കളും, ഉദാഹരണത്തിന് ഒരു വിധവയും അവളുടെ അവിവാഹിതരായ കുട്ടികളും വിധവയായ അമ്മയോടൊപ്പം ഒരുമിച്ച് താമസിക്കുന്നുണ്ടാവും. ഇത്തരം സാഹചര്യത്തിൽ ഈ തരത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും കണ്ടെത്താൻ എളുപ്പമാണ്. എന്നിരുന്നാലും സാമൂഹിക മാനദണ്ഡങ്ങളുടെയും മൂല്യങ്ങളുടെയും കാര്യത്തിൽ ഈ തരങ്ങൾ സംയുക്ത കുടുംബ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സപ്ലിമെന്റൽ സബ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അച്ഛൻ, അമ്മ, മക്കൾ, ആ മക്കളെ വിവാഹം ചെയ്ത് അയച്ചിട്ട് അവർ ഇപ്പം മകൻ്റെ ഭാര്യ, മകൻ മരണപ്പെട്ടു, പക്ഷേ മരുമകൾ എന്ന് പറയും, അവർ വീണ്ടും ഈ മകൻ്റെ വീട്ടിൽ താമസിക്കേണ്ടി വരിക. മകൻ്റെ കുട്ടികളേനി ഈ അച്ഛനും അമ്മേനെയാണ് അതായത് സംരക്ഷിക്കേണ്ടി വരിക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അതൊരു ജോയിൻറ്റ് ഫാമിലി, സംയുക്ത കുടുംബത്തിലേക്ക് മാറുക ചെയ്യുക. അങ്ങനെ ഒരു ന്യൂക്ലിയർ ഫാമിലി ചെറിയ രീതിയിൽ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിലേക്ക് മാറ്റപ്പെടുമ്പോഴാണ് അതിനെന്ത് പറയാം? സപ്ലിമെന്റൽ സബ് ന്യൂക്ലിയർ ഫാമിലി. അപ്പോൾ സപ്ലിമെന്റൽ സബ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് ഈ ഒരു അവസ്ഥയിൽ ബന്ധുക്കളുടെ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നു. മുമ്പ് പൂർണ്ണമായും ന്യൂക്ലിയർ കുടുംബത്തിലെ അംഗങ്ങളായിരിക്കുകയും എന്നാൽ അവ വിവാഹിതരോ വിവാഹമോചിതരോ വിധവകളോ ആയിത്തീരുകയും ചെയ്യുമ്പോൾ അവർ വീണ്ടും ഇവരോടൊപ്പം തന്നെ താമസിക്കേണ്ടി, രക്ഷിതാക്കളുടെ കൂടെ ഒപ്പം തന്നെ താമസിക്കേണ്ടി വരികയും അങ്ങനെ ആ കുടുംബത്തിൻ്റെ വലുപ്പം വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. ഇതിനെയാണ് മാത്രമല്ല സാമൂഹ്യ മാനദണ്ഡങ്ങളുടെയും മൂല്യങ്ങളുടെയും കാര്യത്തിൽ ഈ തരങ്ങൾ സംയുക്ത കുടുംബ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? സപ്ലിമെന്റൽ സബ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. അടുത്തതാണ് പാർട്ടിലീനിയൽ പാർട്ടിവിലോക്കൽ. എന്താണ് പാർട്ടിലീനിയർ ഓർ പാർട്ടിവിലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. Much has been written about joint family system, especially Hindu joint family system. കുടുംബ വ്യവസ്ഥയെക്കുറിച്ച്, പ്രത്യേകിച്ച് ഹിന്ദു കൂട്ടുകുടുംബ വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴാണ് എന്ത് വരിക? പാർട്ടിലീനിയർ ഓർ പാർട്ടിവിലോക്കൽ ഫാമിലി. അതായത് ഇവിടെ പാർട്ടിലീനിയൽ ഫാമിലിയിലെ ഭർത്താവിൻ്റെ അഥവാ പിതാവിൻ്റെ വീട്ടിൽ വിവാഹശേഷം താമസിക്കുന്നതിന് ആണ് എന്ത് പറയുക? പാർട്ടിലീനിയൽ പാർട്ടിവിലോക്കൽ ഫാമിലി എന്ന് പറയാം. അതായത് സാധാരണ ഈ മാർട്ടിലോക്കൽ ആവുമ്പോൾ മാതാവിൻ്റെ കുടുംബത്തിലാവും താമസിക്കുക. എന്നാൽ പാർട്ടിലീനിയൽ ആയിരിക്കുമ്പോൾ പിതാവിൻ്റെ കുടുംബത്തിൽ, അതായത് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിച്ച് അവരുടെ മക്കളെ പ്രസവിച്ച് ആ പിതാവിൻ്റെ വീട്ടിൽ കുട്ടികൾ വളരുകയും പിതാവിൻ്റെ സ്വത്തിന് ഉടമസ്ഥരാവുകയും ചെയ്യുന്ന ആ സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്? പാർട്ടിലീനിയൽ ഓർ പാർട്ടിവിലോക്കൽ ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭർത്താവിൻ്റെ അഥവാ പിതാവിൻ്റെ വീട്ടിൽ വിവാഹശേഷം താമസിക്കുന്നത്, അങ്ങനെ സ്വത്തുടമസ്ഥത, സഹതാമസം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? അത്ര ഓർത്ത് വെച്ചാൽ മതി. പാർട്ടിലീനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹശേഷം ഭർത്താവിൻ്റെ അഥവാ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുക, അവരിൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾ പിതാവിൻ്റെ വീട്ടിൽ താമസിക്കുക, അച്ഛൻ്റെ വീട്ടിൽ താമസിക്കുക, അങ്ങനെ അച്ഛൻ്റെ സ്വത്തിന് അധികാരം ഉണ്ടായിരിക്കുക. അത്തരത്തിലുള്ള വ്യവസ്ഥയെയാണ് എന്ത് പറയുന്നത്? പാർട്ടിലീനിയൽ ഓർ പാർട്ടിലോക്കൽ ഫാമിലി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി കുടുംബ ബന്ധങ്ങളുടെ ഒരു ചാർട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഫാദർ തന്നിട്ടുണ്ട്, കുടുംബ ബന്ധങ്ങളുടെ അച്ഛൻ. ഈ ഒരു ഇതിൽ നമുക്കറിയാം ഈ ത്രികോണം പോലെ ഉള്ളത് കാണിക്കുന്നത് അച്ഛനും അമ്മയും. അതിനെന്താ പറയുക? കൊഞ്ചുങ്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയും. കൊഞ്ചുങ്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും അടങ്ങുന്ന ബന്ധം. പിന്നെ രണ്ട് ത്രികോണം പോലെയുള്ളതുണ്ട്, അത് മകൻ സഹോദരൻ. അതിന് പറയുന്നത്
ഫിലിയൽ റിലേഷൻഷിപ്പ്. ഫിലിയൽ എന്ന് പറഞ്ഞാൽ സന്താന ബന്ധം എന്ന് പറയും. പിന്നെന്താണ്, പിന്നെ വേറൊരു ഇതും കൂടി തന്നിട്ടുണ്ട്. അതിനെന്താ പറയുക, ഫെറ്റേർണൽ റിലേഷൻ, സാഹോദര്യ ബന്ധം. അപ്പോൾ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് എങ്ങനെ ഡിവൈഡ് ചെയ്യുക? ഫാദർ, അച്ഛൻ, പിന്നെ അച്ഛനും അമ്മയും, അതിന് പറയുന്ന ബന്ധമാണ് കൊഞ്ചുങ്കൽ റിലേഷൻഷിപ്പ്. പിന്നെ സഹോദരങ്ങൾ, മകനും മക്കള്, അതിന് അച്ഛനും അമ്മയും മുകളിൽ ഉണ്ടാവുകൊണ്ട് അതിന് ഫിലിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയും. അതാണ് സന്താന ബന്ധം. പിന്നെ ഇവിടെ സഹോദരങ്ങൾ, അങ്ങനെ സഹോദരങ്ങളായി മാറുമ്പോൾ സഹോദര്യ ബന്ധം. ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഫാമിലി റിലേഷൻഷിപ്പിന്റെ ചാർട്ട് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഫാമിലി റിലേഷൻഷിപ്പിന്റെ ചാർട്ട്, ഫാദർ, ഇവിടെ അച്ഛൻ, അമ്മ, മക്കൾ. അപ്പോൾ ഇവിടെ അച്ഛനും അമ്മയും ആകുമ്പോൾ കൊഞ്ചുങ്കൽ റിലേഷൻഷിപ്പ്. ഇവിടെ തൊട്ടിട്ട് അച്ഛനും അമ്മയും ഇവിടെ മക്കളായിട്ട് വരുമ്പോൾ അതിനെ ഫിലിയൽ റിലേഷൻഷിപ്പ്. ഈ മൂത്ത മകന്റെ താഴെയുള്ള മക്കളാകുമ്പോഴേക്കും സഹോദര്യ ബന്ധം വരിക, അതുകൊണ്ട് ഫെറ്റേർണൽ റിലേഷൻഷിപ്പ്. ഈ ഒരു രീതിയിലാണ് ഫാമിലി റിലേഷൻഷിപ്പിനെ ഇവിടെ വ്യക്തമാക്കി തരുന്നത് കേട്ടോ. അടുത്തത് നമുക്ക് എടുക്കാനുള്ളത് നേച്ചർ ഓഫ് ജോയിന്റ് ഫാമിലി ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ നേച്ചർ ഓഫ് ജോയിന്റ് ഫാമിലി ഇന്ത്യ എന്താണ് ഇവിടെ പറയുന്നത് നോക്കൂ. ഇന്ത്യയിലെ സംയുക്ത കുടുംബത്തിന്റെ സ്വഭാവം. നേച്ചർ ഓഫ് ജോയിന്റ് ഫാമിലി ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ സംയുക്ത കുടുംബത്തിന്റെ സ്വഭാവം. പ്രധാനമായും 2 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ചോദിക്കുന്നത്. വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ജോയിന്റ്നെസ്, സംയുക്തത്വം എന്നാൽ എന്താണ്, ജോയിന്റ്നെസ് എന്നാൽ എന്താണ്. പിന്നെ ഹൂ കോൺസ്റ്റിറ്റ്യൂട്ട് എ ജോയിന്റ് ഫാമിലി, കൂട്ടുകുടുംബം ആരുടേതാണ്. ഇപ്പൊ 2 ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. നേച്ചർ ഓഫ് ജോയിന്റ് ഫാമിലി, ഇന്ത്യയിലെ ജോയിന്റ് ഫാമിലിയുടെ സ്വഭാവത്തെ 2 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ജോയിന്റ്നെസ്, ഹൂ കോൺസ്റ്റിറ്റ്യൂട്ട് എ ജോയിന്റ് ഫാമിലി. വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ജോയിന്റ്നെസ് എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബം എന്നാൽ എന്ത്, അഥവാ സംയുക്ത കുടുംബം എന്നാൽ എന്ത്. ഹൂ കോൺസ്റ്റിറ്റ്യൂട്ട് എ ജോയിന്റ് ഫാമിലി, കൂട്ടുകുടുംബം ആരുടേതാണ്. ഇങ്ങനെ 2 ചോദ്യങ്ങളിലൂടെയാണ് അതിന്റെ സ്വഭാവം കാണിച്ചു തരുന്നത്. അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ജോയിന്റ്നെസ്, അതായത് എന്താണ് ജോയിന്റ്നെസ് രൂപപ്പെടുത്തുന്നത്. വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ജോയിന്റ്നെസ്, അഥവാ എന്താണ് സംയുക്ത കുടുംബം രൂപപ്പെടുത്തുന്നത്, എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്. അപ്പോൾ സംയുക്ത കുടുംബം എങ്ങനെയാണ്, എന്താണ് എന്ന് നമുക്ക് നോക്കാം. What constitutes jointness നോക്കൂ. Jointness is reflected in the factors of commensality, common residence, joint ownership of property, cooperation and sentiment of jointness, ritual bond like worship of common deity. അതായത് ഇവിടെ what constitute jointness, അതായത് എന്താണ് ജോയിന്റ്നെസ് രൂപപ്പെടുത്തുന്നത്, അതായത് സംയുക്തതയെ രൂപപ്പെടുത്തുന്നത്, എങ്ങനെയാണ് സംയുക്തതയെ രൂപപ്പെടുത്തുന്നത്, അഥവാ ജോയിന്റ്നെസ് എന്നാൽ എന്ത് എന്നാണ് ചോദ്യം. എന്താണ് അതിന്റെ ഉത്തരം? അതായത് ഇവിടെ പറയുന്നുണ്ട് എന്താണ് ജോയിന്റ്നെസ് എന്ന് പറഞ്ഞാല്. ജോയിന്റ്നെസ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ഫാക്ടേഴ്സ് ഓഫ് കോമൺസാലിറ്റി, കോമൺ റെസിഡൻസ്, ജോയിന്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി, കോപ്പറേഷൻ ആൻഡ് സെന്റിമെന്റ് ഓഫ് ജോയിന്റ്നെസ്, റിച്വൽ ബോണ്ട് ലൈക്ക് വർഷിപ്പ് ഓഫ് കോമൺ ഡയറ്റി. അതായത് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഒരുമിച്ച് പങ്കിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജോയിന്റ്നെസ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ഫാക്ടേഴ്സ് ഓഫ് കോമൺസാലിറ്റി. അതായത് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഒരുമിച്ച് പങ്കിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൂട്ടുകുടുംബ ജീവിതം, അവരുടെ കൂട്ടുകുടുംബ ജീവിത സഹവർത്തിത്വം, പൊതുവായ താമസം, സ്വത്തിന്റെ സംയുക്ത ഉടമസ്ഥാവകാശം, സഹകരണം, സംയുക്ത വികാരം, പിന്നെ അതേപോലെ തന്നെ വർഷിപ്പ്, റിച്വൽ ബോണ്ട് ലൈക്ക് വർഷിപ്പ് ഓഫ് കോമൺ ഡയറ്റി, അവരുടെ പൊതുവായിട്ടുള്ള അവരുടെ ദൈവങ്ങളെ ആരാധിക്കുന്നത്, അങ്ങനെ പൊതുവായിട്ടുള്ള ആചാരബന്ധങ്ങൾ എന്നിവയൊക്കെ പ്രതിഫലിക്കും. ഇവയൊക്കെ വരുന്നതിനെയാണ് എന്ത് പറയുക, ജോയിന്റ്നെസ് എന്ന് പറയുക. അപ്പൊ ജോയിന്റ്നെസ് എന്ന് പറഞ്ഞാൽ വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ജോയിന്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഒരുമിച്ച് ചില കാര്യങ്ങൾ പങ്കിടുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഒരുമിച്ച് പങ്കിടുക? അവരുടെ നിരവധി ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് അവരുടെ കൂട്ടമായിട്ടുള്ള ജീവിതം, സഹവർത്തിത്വം,
പൊതുവായ താമസം, സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശം, അത് സഹകരണം, വികാരം, അവരുടെ ദൈവത്തെക്കുറിച്ചുള്ള ആരാധിക്കൽ, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ഒരുമിച്ച് ചേരുന്നതിനെയാണ് എന്ത് പറയുക? ഇങ്ങനെ ചേരുമ്പോഴാണ് അത് അവിടെ എന്ത് രൂപപ്പെടുന്നത്? ജോയിന്റ്നെസ്, കോൺസ്റ്റിറ്റ്യൂട്ട് ജോയിന്റ്നെസ്, അവിടെ സംയുക്ത കുടുംബം രൂപം കൊള്ളുന്നത്. അപ്പോൾ ഒരു സംയുക്ത കുടുംബം രൂപം കൊള്ളുക പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളില്ല? കോമൺസാലിറ്റിയിലെ, കോമൺ റെസിഡൻസിലെ, ജോയിന്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടിയിലെ, കോപ്പറേഷൻ ആൻഡ് സെന്റിമെന്റ് ഓഫ് ജോയിന്റ്നെസ്സിലെ, റിച്വൽ ബോണ്ട് ലൈക്ക് വർഷിപ്പ് ഓഫ് കോമൺ ഡെയിറ്റി. അങ്ങനെ ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് രൂപം കൊള്ളുന്നത്? ജോയിന്റ്നെസ് രൂപം കൊള്ളുന്നത്. എങ്ങനെയാണ് ജോയിന്റ്നെസ് രൂപം കൊള്ളുന്നത്? ആണ് ഇവിടെ ചോദ്യം. അപ്പൊ ഒരു ജോയിന്റ്നെസ് രൂപം കൊള്ളുന്നതെങ്കിൽ ഇത്രയും ഘടകങ്ങൾ വേണം. കോമൺസാലിറ്റി വേണം, കോമൺ റെസിഡൻസി വേണം, ജോയിന്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി വേണം, കോപ്പറേഷൻ ആൻഡ് സെന്റിമെന്റ് വേണം, റിച്വൽ ബോണ്ട് വേണം. അതായത് റിച്വൽ ബോണ്ട്, അപ്പോൾ നമുക്കറിയാം ഇവിടെ റിച്വൽ ബോണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കാം? അതായത് ആചാരപരമായ മാനദണ്ഡങ്ങളെയാണ് എന്ത് പറയുന്നത്? റിച്വൽ ബോണ്ട് വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചേരുമ്പോഴാണ് എന്ത് രൂപം കൊള്ളുന്നത്? ഒരു സംയുക്ത കുടുംബം രൂപം കൊള്ളുന്നത്. അപ്പൊ ഒരു സംയുക്ത കുടുംബം എങ്ങനെ രൂപം കൊള്ളുക ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റുകളാണ് നിങ്ങൾ വെക്കേണ്ടത് കേട്ടോ. അടുത്തത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹു കോൺസ്റ്റിറ്റ്യൂട്ട് എ ജോയിന്റ് ഫാമിലി എന്നാണ്. അതായത് സംയുക്ത കുടുംബം രൂപീകരിക്കുന്നത് എങ്ങനെയാണെന്ന് 3 രീതിയിലാണ് രൂപീകരിക്കുക. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.